ചോദ്യമാണ് ഇവിടെ എഴുതിയിട്ടേക്കണത്. ചെളി പറയും, ഭൂലോക ചെളിയായിരിക്കും പറയും. അപ്പൊ ഞാൻ പറയൂ ചായ കുടിച്ചു പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ചായക്ക് എടുക്കായിരുന്നു. എൻ്റെ പേരിൽ മാത്രമേ ഭക്ഷണവും വിഷമൊക്കെ ഉള്ളൂ. ജീവിതത്തിലെ നല്ല മനുഷ്യനാണ് ഞാൻ, നല്ല രീതിയിലാണ് പറയണത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും കൂടി എറണാകുളം സിനിമ കാണാൻ പോയി ഞാൻ കണ്ടിട്ടില്ല. അവരാദ്യമായിട്ട് കാണുന്ന വെള്ളിമൂങ്ങയെ ഒരു പടത്തിൽ തുടക്കം പോലും അവസാനം വരെ സിഗരറ്റ് പോലും കള്ളുകൂടി മാത്രം പിള്ളേര്. അതൊക്കെ യുവതലമുറക്ക് എന്താ കൊടുക്കുന്നത്? ഇങ്ങനെ ബോഡി ഷേമിങ് ഇല്ലായിരുന്നെങ്കിൽ ചാക്യാർ കൂത്തുകൊണ്ട് കല ഉണ്ടാവും. ഒരാളെ കളിയാക്കുമ്പോഴത്തേക്ക് അവർക്കും കൂടി ഇഷ്ടപ്പെടണം. അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിയാക്കിയാലാണ് അത് തമാശയാവുള്ളൂ. അപ്പുറത്തെ വീടിൻ്റെ മതിലിൻ്റെ അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. അവിടെ എന്താ പറയുന്നത് കേൾക്കാം, കേട്ടിരിക്കാൻ ഭയങ്കര സന്തോഷമുള്ള അല്ലേ. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെ. ഒരു ദിവസം എനിക്ക് ചെയ്ത കുറ്റബോധം ഓർത്തിട്ട് ഒരു ബോട്ടിലെടുത്ത് തന്നെത്താനെ അടിച്ചാൻ ഇവിടെ ഇങ്ങനെ 5 സ്റ്റിച്ച് കൂടെ. പിന്നെ കയ്യിലെ വളം ഒരു പണയം വെച്ചിട്ട് ആശുപത്രി കൊണ്ടുവരാൻ 2090 10 അയ്യോ വലിയ കുണ്ടായിരുന്നു. അടിമയൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇഞ്ചക്ഷൻ സൂചി കണ്ടാ ചില കുട്ടികൾക്ക് പേടിയാ. ഇയാൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെ ചോറുങ്ങളും കണ്ടിട്ട് പേടിച്ചു പോയതാ. ഇത് ഞാൻ എല്ലാം അഴിച്ചു കിളിക്കിട്ടാണ്. ചേട്ടാ ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആടി പൊളി. രമ്യ, ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കണക്കാ, കറക്റ്റായിട്ട് പറയണം. ഈ കണക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു ടീച്ചറിനോട് ചോദിച്ച് വേൾഡ് വൈഡ് മലയാളികളുടെ എല്ലാം പോയി ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു കണക്കാണ്. ഞാനിപ്പോൾ പല സ്റ്റൈലും ചോദിക്കാറുണ്ട്. 1030 അധികം 1030. പുള്ളിക്ക് മനസ്സിലായി കാണും, കൂട്ടി പറയണം. 1030 അധികം 1030. അയ്യോ ഞാൻ കണക്കിന് കുറച്ച് മോശം. 1030 അധികം 1030 എത്രയാ? എനിക്കറിയില്ല. 1000 അധികം 1000 എത്രയാ? 2000. 30 അധികം 30 എത്രയാ? 60. അപ്പോൾ എത്രയായി? 2060. 2060 30 എത്രയായി? 2080. സോറി ടീച്ചർ ഇതേപോലെ എന്നാ പറഞ്ഞത്. 2060 അധികം 30 90. 2090 അധികം 10 3000. അതാണ് ആ ടീച്ചറിനെ തെറ്റിയത്. അവിടെയാണ് തെറ്റിയത്. ഈ കണക്ക് പറഞ്ഞ് ലോകം മൊത്തം കറക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ വ്യക്തി. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ക്യാമറമാനെ വിളിച്ചത് ഇയാളല്ല, ഇതും പറഞ്ഞ് പറ്റിക്കാറുണ്ട്. ഇനി അടുത്ത ഇൻട്രോ പറഞ്ഞോ. ഈ രണ്ടും പറയുമ്പോൾ മനസ്സിലായി കാണും ആരാണ്. ഇപ്പം തന്നെ മനസ്സിലായി കാണും. മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തി നമ്മളെല്ലാവരെയും കൂടെ ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം പാഷാണം ഷാജി ചേട്ടനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി രശ്മിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സജു നവോദയ ചേട്ടാ, നമസ്കാരം ചേട്ടാ. ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരും കറക്റ്റ് അല്ലേ? കേരളത്തിന് എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഈ കണക്ക് പറഞ്ഞ് ഒരു ടീച്ചറെ തന്നെ, കണക്ക് ടീച്ചറെ തന്നെ. അത് എന്താണെന്നറിയാമോ? അതിൽ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന്റെ ഹസ്ബൻഡ് തന്നെ എന്നെ വിളിച്ചതും കൂടെ. അന്ന് അവർക്ക് തന്നെ ഒരു ചാനലിന്റെ പ്രോഗ്രാമായിട്ട് സ്റ്റാർ വിത്ത് ഡേ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഫുള്ള് ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ വന്ന് പിന്നെ മേലെ വിളിച്ചിട്ടില്ല, ഭർത്താവും വിളിച്ചില്ല, ടീച്ചറും വിളിച്ചിട്ടില്ല. അല്ല ആ കണക്ക് പെട്ടെന്ന് 3000 എന്ന് പറയാം. ഇവിടെ അതിന്റെ ആൻസർ എത്ര അത് പറഞ്ഞേ? 3000. 1030 1030 പറ. 1030 പിന്നെ എന്നാ 1030 2060 2060 30 2090 10 3000 കറക്റ്റാണ്. ടീച്ചറാണ്, പിന്നെ ബി എഡ് കഴിഞ്ഞാണ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഹിസ്റ്ററിയാ. 1030 1030 പറ. 1030 2060 2060 30 അല്ലേ? 2060 30 2090 2090 10 3000 അതുവരെ കറക്റ്റാ. അയ്യോ എത്രയാ? അല്ല എന്താണ് 2100 റൈറ്റ് ആൻസർ കേട്ടോ. 2100 അതാണ് കറക്റ്റ് ആൻസർ. അതിപ്പോൾ ചോദിച്ച ആ ഒരു ഫ്ലോയിൽ ചോദിക്കുമ്പോൾ അങ്ങനെ ടീച്ചർ അവസാനം തന്നെയാണ് 1030 2060 ഇങ്ങനെയൊക്കെ ദേഷ്യം അവസാനം 2060 3000 എന്തേ അല്ല മൈക്ക് അവസാനം കയ്യിൽ നിന്ന് വിറക്കാറായ ടീച്ചറാ. ഞാൻ ആ വീഡിയോ പ്രാവശ്യം കണ്ടു. കണക്ക് ടീച്ചറും കൂടിയാണ്. അവിടെ മൊത്തം നാണക്കേടുമായി. പക്ഷെ അതിനുശേഷം എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടാ, അതായത് കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരം എന്തെങ്കിലും ടീച്ചറോട് അപ്പോളജൈസ് ചെയ്തോ? അതോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ടിയെ തരുമല്ലോ, അത് ക്ലാസ് ചെയ്യാൻ താത്തിപ്പോൾ എറിഞ്ഞതാണ് പക്കിന് പോലെ. അടുത്തോട്ട് വന്നില്ല, ക്ലാസ് റൂമിൽ എറിഞ്ഞു തന്നെ വേണേ കൊണ്ട് കളയല്ലേ. ചേട്ടാ വളരെ സന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. മൂവി വേൾഡ് മീഡിയയിൽ നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ എത്തിയതിൽ സന്തോഷം. കാര്യം ഭയങ്കര സന്തോഷമാണ്. മൂവി വേൾഡിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയത് മാത്രമല്ല, എനിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നാലും വളരെ സന്തോഷം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ചേച്ചി എപ്പോഴും ഇങ്ങനെ സ്മൈലായിട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്കൊന്ന് കവള് വെച്ചു, ചിരിച്ച് കവള് വെച്ചു. മരുന്ന് കൊടുക്കണം, മാറിക്കോളൂ. എപ്പോഴും മരുന്ന് കൊടുക്കുന്നുണ്ടോ ചേച്ചി? ഇവിടെ ചോദിക്കാം ആദ്യം, ഈ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, ഒന്നുകൂടെ പറയാമോ? കാര്യം അത് പൊട്ടത്തിട്ടായിരിക്കുള്ളൂ. അതല്ല 4 മണിക്കൊക്കെ കറക്റ്റ് 4 മണിക്കൊക്കെ അതെന്താണ് സംഭവം ചേച്ചി? അത് കറക്റ്റാ. ചിലപ്പോഴൊക്കെ ഇതുമാതിരി വന്നിരുന്ന എന്താ പറയാ ചെളി പറയും, ഭൂലോക ചെളിയായിരിക്കും പറയും. അപ്പൊ ഞാൻ പറയൂ ചായ കുടിച്ചു പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ചായക്ക് എടുക്കായിരുന്നു. അതെടുക്കാറുണ്ടല്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവാൻടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുള്ള രശ്മി ചേച്ചി കൂടുതൽ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? ഇങ്ങനെ മുഖത്തേക്ക് നോക്കി കുറെ ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. അപ്പുറത്തെ വീടിന്റെ മതിലിന്റെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. അവിടെ എന്താ പറയുന്നത് കേൾക്കാം, കേട്ടിരിക്കാൻ ഭയങ്കര സന്തോഷമുള്ള അല്ലേ?
അങ്ങനെയൊന്നും ഇല്ലട്ടാ. എപ്പോഴും നമ്മൾ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്ന സ്കിറ്റുകളൊക്കെ കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ആദ്യം കഥ പറയണ എന്നോടായിരിക്കുള്ളൂ, എന്ത് ചെയ്താലും എല്ലാം ചെയ്യുമ്പോഴും. എന്നിട്ട് എന്താണെന്ന് അറിയാമോ, ഈ സ്കിറ്റൊക്കെ എഴുതുമ്പോഴത്തേക്ക് വന്ന് പറയും പെണ്ണെ ഇങ്ങനെ കേട്ടാന്ന് പറഞ്ഞാൽ എല്ലാം പറയും. എന്നിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പഴയതല്ലേ എന്ന് നമ്മൾ പറഞ്ഞേക്കണ മുമ്പിലത്തേക്ക് അറിയാവുന്നത് ഇതൊക്കെ പഴയതാട്ടാന്ന് പറയും. അപ്പൊ അവിടെ പറഞ്ഞു തരും, കറക്റ്റായിട്ട് പറഞ്ഞു തരും. സജഷനൊക്കെ ഉണ്ട്, എവിടെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യണം അതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ ചേച്ചി? അല്ല, ചില്ലറക്കാരല്ല, വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇല്ലേ ആ സമയത്ത്. ആക്ടറാണ്, ഡാൻസറാണ്. ചോദിച്ചോട്ടെ, എല്ലാരും സാധാരണ എടി വാടി പൊടി എന്നൊക്കെ വിളിക്കും. ഇത് കേട്ടിട്ടില്ല, പെണ്ണേ പെണ്ണേന്നേ കേട്ടിട്ടുള്ളൂ. എന്ത് രസം നോക്കിയാലും പെണ്ണേന്നേ കേട്ടിട്ടുള്ളൂ. അതങ്ങനെ പണ്ട് മുതൽ വിളിച്ചുള്ള ശീലമാണ്. പിന്നെ എച്ചുന്ന് വിളിക്കും എല്ലാവരും. വീട്ടിലെ കുട്ടികൾ പോലും ആരും അനിയൻ്റെ അങ്ങനെ കുഞ്ഞമ്മയെന്നാ വലിയമ്മ ഒന്നും വിളിക്കൊന്നുമില്ല, എല്ലാവരും എച്ചുന്നാ വിളിക്കണം. എൻ്റെ അച്ഛൻ വിളിക്കണം, അമ്മ വിളിക്കണം, സഹോദരങ്ങളൊക്കെ ആ പേരിലേ വിളിക്കുള്ളൂ. ഞങ്ങൾ ശരിക്കും അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പൂപ്പനും അമ്മയായി എന്ന് വെച്ചാ ഞങ്ങളുടെ ചേട്ടൻ മൂത്ത മോളുടെ കുഞ്ഞുങ്ങളായി. അപ്പൊ അവര് ഞങ്ങൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മയാണല്ലോ. അവര് ഞങ്ങളെ എന്നെ എച്ചുന്ന് വിളിക്കുക. എച്ചുന്ന് എല്ലാരും വീട്ടിൽ വിളിക്കുന്നത്. തലമുറകൾ അങ്ങനെ മാറി മാറി അങ്ങനെ. പക്ഷെ ഷാജിയേട്ടൻ വിളിക്കുന്നതിൽ ഒരു പ്രത്യേക രസമുണ്ട് അല്ലേ? എന്റെ പെണ്ണെ പെണ്ണെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോ രസമുണ്ട്. അല്ല, ഒന്ന് അങ്ങോട്ട് നോക്കി. അല്ല, അതല്ല, അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ ചേച്ചി? ഒന്ന് ചേച്ചിയെ നോക്കിയിട്ടുണ്ട് ഒരു പെണ്ണെ നിന്ന് വിളിച്ച്. അല്ല, അതങ്ങനെ പറയുമ്പോ അറിയാതെ വരണം അല്ലേ? ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ചേച്ചി? ചേട്ടൻ പിള്ളേരെയും അല്ല എന്റെ നീത്തിമാരെയും ചേട്ടന്റെ പെങ്ങളെയൊക്കെ അങ്ങനെ വിളിക്കുള്ളൂ. എല്ലാവരെയും പെണ്ണെ പെണ്ണെന്ന്, എൻ്റെ പെങ്ങളെയൊക്കെ പെണ്ണെ പെണ്ണെന്ന് വിളിക്കുള്ളൂ. അപ്പം ചേട്ടനോടുള്ള ഫസ്റ്റ് നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയേറെ കുറെ തമാശകൾ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞ കേട്ടാ, ഇത് ഭയങ്കര ഗംഭീര ഇന്റർവ്യൂ ആട്ടാ. കാരണം സാധാരണ നമ്മൾ ഈ ഇന്റർവ്യൂ സ്ഥലത്തുനിന്ന് എണീറ്റ് പോവുക, വഴക്കിട്ട് പോവുകയൊക്കെ ചെയ്യില്ലേ, അത് മുൻകൂട്ടി കണ്ടിട്ടാണ് പോണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ പോകേണ്ടി വരും. അതിന് കഴിഞ്ഞ ദിവസം ഒരു ദിയാ സനയുടെ വഴക്കിട്ട് പോണ ഒരു ഇന്റർവ്യൂ കണ്ടു. അതെ അതെ, അത് എന്നെ ചാടി എണ്ണിച്ചു. അത് റോഡാ മയക്കി വെച്ചിരുന്നത്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കനാണ്. ഇത് പ്രത്യേകം നമ്മുടെ സാറ് പറഞ്ഞു എണ്ണിച്ച് പോലെ ഇവിടെ ഇരുത്തി 1 മണിക്കൂർ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അതിന് വേണ്ടി കുഴപ്പമില്ല. ചേട്ടാ, ഈ പാഷാണം എന്നുള്ളൊരു പേര്, സാധാരണ ഈ പാഷാണം എന്ന് പറഞ്ഞത് പാഷാണത്തിൽ കൃമി എന്നാണ് പറയാറുള്ളത് മലയാളികൾ മൊത്തം. പക്ഷേ ഈ പാഷാണം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇത്രയും എല്ലാവരും അറിയുന്നത് ഇപ്പോൾ ഒരു സാജു നവോദയ എന്നുള്ള പേരിലല്ല. അത് ആരാന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പാഷാണം ഷാജി എന്ന് പറയുമ്പോൾ ഇന്ന ആളാന്ന് പറയാറുണ്ട്. അത് ചേട്ടൻ എപ്പോഴെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ആ ഒരു പേരിൽ കുറച്ചും കൂടെ ചേട്ടന് ക്രെഡിബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ? വിഷമമില്ല, ഇത് നമുക്ക് ആ പേര് വന്നുകൊണ്ടാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത്. ഇപ്പം ഇങ്ങനെ ഇരിക്കണത് ആ പേര് വന്നുകൊണ്ടാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ കഥാപാത്രം ഒന്നും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെ കേട്ടാ. ഇത് ചോദിച്ചാൽ പറഞ്ഞു, റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെ. അതിലെൻ്റെ ഇതിൽ കിടപ്പുണ്ടത്. ഇതിപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു സ്കിറ്റ് കളിക്കാനായിരുന്നു, ആ കോമ്പറ്റീഷൻ നടക്കുന്ന ടൈം ഞങ്ങൾ രാവിലെ സ്കിറ്റ് കളിക്കണം. അപ്പം ഞങ്ങൾക്ക് മുമ്പേ കയറിയിട്ട് ഇതേ കണ്ടന്റ് വേറെ ടീം ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കളിക്കാന്നുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്തതാണ് ഈ ഒരു ഭാഷാംശം. അതെങ്ങനെ പെട്ടെന്നാണ് മനസ്സിലാക്കി? എൻ്റെ വീടിൻ്റെ ഒരു പയ്യനുണ്ടേ, അവനൊരു ഇതുപോലെ തന്നെ ഒരു സുഖമില്ലാത്ത പയ്യനാണ്. അപ്പോൾ എപ്പോഴും റോട്ടിലുണ്ടാവും. അന്നത്തെ കാലത്ത് മൊബൈലൊന്നുമില്ല, ആരെങ്കിലും ബസ്സിന് വന്നിറങ്ങിയ വഴി ചോദിച്ചിട്ടൊക്കെ പോകണം സൈഡിൽ. അപ്പോൾ ഇവൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. അവിടെ വന്നിട്ട് ഇങ്ങനെ വഴി ചോദിക്കും, അവന് തോന്നുന്നിടത്തോട്ട് ചൂണ്ടിക്കാണിക്കും, ഇത് പോകും. ഇങ്ങനെയാണ് അവിടുത്തെ പരിപാടി. ഒരു ദിവസം അവിടെ വന്ന പുതിയ പോസ്റ്റ് വന്നിട്ട് ഇവനോട് വഴി ചോദിച്ച് ഒരു വീടിൻ്റെ, ഇവൻ ഇതുപോലെ ചൂണ്ടി വിട്ട്. അവസാനം പോസ്റ്റ്മാൻ കറങ്ങി തിരിഞ്ഞ് ഉച്ചയായപ്പോൾ ആ വീട് കണ്ടെത്തി വന്നപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ചോറ് ചെയ്യുന്നു. ഇവൻ്റെ വീട് തന്നെ. അപ്പം അങ്ങനെ വെച്ചിട്ടാണ്. അത് അസുഖമല്ല, അതൊരു ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. അല്ല, ഇപ്പോഴും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം അവനെ വെച്ചാൽ ജീവിക്കണേന്ന്. അങ്ങനെ വിളിച്ച് ഈ സാജു നവോദയ എന്ന് പറഞ്ഞ പേര് തന്നെ മറന്നുണ്ടാവും. ഞാൻ തിരിഞ്ഞു നോക്കൂല സാജു എന്ന് വിളിച്ചാ. ഒന്നല്ലേ പാഷാണ്, അല്ലെ ഷാജി എന്ന് വിളിച്ചാൽ ഞാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന അത്രേ ഉള്ളൂ. സാജു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കൂല. അല്ല, അപ്പോൾ ഒരു സ്റ്റേജ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ് ആ ഒരു സമയത്ത്. കാരണം വല്ലാതെ കാശൊന്നും കിട്ടുന്ന സമയമല്ല, എല്ലാത്തിനും നമുക്കൊരു ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് വേണം. നല്ല കാശ് കിട്ടുമായിരുന്നു. ആണോ? കക്കാൻ പോണം. മിമിക്രി നടന്നിട്ട് ഞാൻ 75 രൂപയൊക്കെ പരിപാടി കളിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കൊന്നും ബാലൻസ് ഉണ്ടാവില്ല. ആകെ 300 രൂപ ഇടുക്കി പോയി പ്രോഗ്രാം ചെയ്തു. 300 രൂപ എനിക്ക് കിട്ടി. ആ 300 രൂപ 2 കാട്ടുമുയിലെ മേടിച്ചിട്ട് വന്നു ഞാൻ വളർത്താനായിട്ട്. അന്നേരം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാതിരിക്കും. പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ആള് ഞാൻ പറ്റേ ഞങ്ങൾ ഈ സ്റ്റേജ് കലാകാരന്മാരെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അവർ ഒരു കര എത്തണമെങ്കിൽ അവരുടെ പ്രൊഫഷൻ എന്താണ്, അവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ലൈഫ് പാർട്ണർ കിട്ടിയാലാണ് ആ കലാകാരൻ രക്ഷപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ പാതി വഴി നിൽക്കും. തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കി. അതാ ഞാൻ ചോദിക്കാൻ വന്നത്.
അതായത് രശ്മി ചേച്ചി ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല, ഒരിക്കലും വരില്ല ഉണ്ടാവില്ല. അല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. ഇത് എത്ര വർഷം മുമ്പാട്ടാ 300 രൂപ വെച്ച് ചേട്ടൻ അല്ലെങ്കിൽ 75 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷം ഒരു മുമ്പാ? 25 വർഷം മുന്നേ. ആണല്ലേ. ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ചേച്ചി കാണുന്ന രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നർത്തകിയാണ്, പിന്നെ ചേട്ടൻ നല്ല ഉഗ്രം ബ്രേക്ക് ഡാൻസറാണ്, മറ്റേ മൂൺ വാക്ക് പുഴു പിന്നെ അതൊക്കെ ചെയ്യാറുണ്ട്, ഫയർ ഡാൻസ്. ഫയർ ഡാൻസ്. അപ്പൊ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു അമ്പലത്തിൽ വഴക്കുണ്ടായി, കാവടി ഘോഷയാത്രയുടെ ഉന്തുന്തള്ളൊക്കെ ഉണ്ടായി. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ ചെന്ന് വിളിച്ചു. അതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ ഫയർ ഡാൻസ് കളിച്ചു അമ്പലത്തിൽ. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയപ്പോൾ ഈ പുള്ളി ചേട്ടൻ ആരാ ഉപദ്രവിച്ചു, എന്നെ മറ്റേ ജ്വാല നൃത്തം കളിച്ചവനാണ്. ഭയങ്കര വ്യക്തമായിട്ട് അത് ഡാൻസ് ഈ ഇത് ഒക്കെ ആയിരുന്നു ഫയർ പരിപാടി. ഡാൻസ് പറഞ്ഞാൽ അങ്ങനെ ഇല്ലില്ല, IOC ഗ്യാസ് കുറ്റി കൊണ്ടുവന്നിട്ട് ഫയർ ഡാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നല്ല കാര്യം. അന്തം കത്തിച്ചിട്ട് അല്ല അതിനെന്തോ പെരട്ടില്ലേ ഒന്നും പറ്റൂല. ആൾക്ക് ഇത് വെറുതെ ഡ്രൈ ആയിട്ടാ ചെയ്യണത്. ദേഹത്ത് ചെയ്യണം. പുള്ളിക്കാരൻ ഉദ്ദേശം മണ്ണെണ്ണ പുരട്ടുമെന്ന് ഉദ്ദേശം. അല്ലല്ല ഈ ആൾക്കാർ പറയാം എന്തെങ്കിലും നെയ്യോ അങ്ങനെയൊക്കെ പറ്റും. നെയ്യൊക്കെ ഉരുകും അവിടെ നിന്ന്. എൻ്റെ വീടിൻ്റെ അവിടെ വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഫയർ ഡാൻസ് കളിച്ചപ്പോൾ ഇവർ കന്നാസ് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിൽ പെട്രോൾ എടുത്തിട്ടാണ് അതിൽ ഇത് ഇതിൻ്റെ കനൽ കളഞ്ഞിട്ട് പന്തം മുക്കുള്ളൂ. ഇത് കന്നാസിനുള്ള കനലോട് കൂടിക്കൊണ്ട് കന്നാസിലേക്ക് ഇട്ട് ആ കന്നാസ് കത്തിയപ്പോൾ ഈ കന്നാസ് എടുത്ത് എറിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഡ്രസ്സ് പിടിച്ചൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു, നേരെ അവൻ്റെ ദേഹത്തോട്ട് പോയി മൊത്തത്തില്. അതവിടെ അന്നേരം പ്രശ്നമായത് കത്തി അവിടെ അന്നേരം കത്തിയേക്കൻ. ഈ ഫയർ ഡാൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സ്റ്റേജിലും കാണാനില്ല. എനിക്കൊന്ന് കുറച്ച് വർഷം മുമ്പേ അത് നിർത്തി തോന്നുന്നു, സ്നേക്ക് ഡാൻസ്. പല സ്റ്റേജും കത്തിയേക്കണോണ്ടേ കളിപ്പിക്കാൻ സാധ്യതയില്ല. നിർത്തിച്ചതായിരിക്കും. ചേട്ടാ നമ്മുടെ സിനിമാ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറേ ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ കുറേ കഷ്ടപ്പെട്ടു. കാര്യം ഒരുമിച്ചൊരു പാർട്ണർ ഒരുമിച്ച് കഷ്ടപ്പെട്ടു ചേട്ടൻ പറയാറുണ്ടായി. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ കുറച്ച് കഥകൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. കാര്യം നമ്മൾ ഇത്രയും വരണമെങ്കിൽ തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടാലായിരിക്കും ഒരു സ്റ്റാർ ആവുന്നുള്ളത്. അത് ജീവിതം തുടങ്ങിയ ശേഷമല്ലേ. അപ്പൊ അതിന്റെ മുന്നൊരു കാര്യം ചോദിക്കാം. ചോദിച്ചു ലവാണോ? ഈ വലിയ സംഭവം നാടിനെ പിടിച്ചു കുലുക്കിയ ഒരു പ്രണയകഥ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതൊന്ന് രസകരമായിട്ടൊന്ന് പറയാൻ പറ്റും? രസകരമായിട്ട് ഏറ്റവും പറയൂ. പറ. അടിയുണ്ട ഉൾപ്പെടെയുള്ള രസകരമായിട്ടുള്ള അടിയൊന്നും കൊണ്ടിട്ടുണ്ട്. അടിയൊന്നും കൊണ്ടില്ല. ഓടിയത് ഇല്ലല്ല. എന്നാ ചേച്ചി പറയാം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കത്തിച്ചെന്നുള്ളൂ നാട്ടുകാർ. ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിപ്പോയി. അല്ല ചേച്ചി ആദ്യം തൊട്ട് പറയണം. ഇനി കുറച്ച് ചേട്ടന് ചേച്ചി പറയട്ടെ. ചേട്ടന് ഡാൻസ് സ്കൂളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാനവിടെ ചെന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെയോ പ്രേമത്തിലായി. ചേച്ചി ഇത് പെട്ടെന്ന് സത്യം ഞങ്ങള് ശരിക്കും ഒരു മൂന്ന് മാസത്തില് എത്ര ശനി ഞായറുണ്ട് അന്നാണ് ഞങ്ങൾ കണ്ടേക്കണത്. അത്രയും സമയം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആകെ കണ്ട ടൈമാണ്. ഇഷ്ടം അങ്ങനെ ഇഷ്ടമായിട്ട് പറഞ്ഞല്ല. അല്ല, ആ ചേട്ടായിയാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ അപ്പോൾ RLVയിൽ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ചേരാൻ വേണ്ടി പോയത്. അപ്പം എന്നെ കൊണ്ടാക്കാനായിട്ട് ചേട്ടായി വന്നത്. അപ്പം എൻ്റെ ബ്രദറിനെ കൂട്ടിയിട്ട് വിടാൻ വന്നപ്പോൾ ബ്രദർ അപ്പം ഉണ്ടായിരുന്നില്ല. ബ്രദർ എന്ന് പറഞ്ഞാൽ ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അമ്മയുടെ ചേച്ചിയുടെ മോൻ. അവൻ വഴിയാണ് അവിടെ വന്നത്. അന്നത്തെ എൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് നിർമ്മിക്കുന്ന എന്നെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ്. അതേപോലത്തെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എൻ്റെ പുറകെ 24 മണിക്കൂർ പെൺപിള്ളേരുണ്ടാവും, അതൊക്കെ അറിയാം. പക്ഷേ പ്രേമം എന്നുള്ള പരിപാടിയൊക്കെ എനിക്ക് തന്നെ ഒരു അവജ്ഞത ഇവരോട് പറയാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് വീട്ടിലിറങ്ങി നമ്മൾ രണ്ടുപേരും കോളേജിൽ പോയി ഇറങ്ങിയെന്ന് തോന്നി. അപ്പോൾ അവൻ എന്നാൽ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാൻ പറഞ്ഞു. ചുമ്മാ പറഞ്ഞു നോക്കിയോ, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഒന്ന് എറിഞ്ഞു നോക്കിയല്ലേ? പിന്നെ അത്രേ പറഞ്ഞുള്ളൂ. ഇഷ്ടം പറഞ്ഞപ്പം വീട്ടിൽ പോയി പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, അതോ സ്വന്തമായിട്ട് മറുപടി പറഞ്ഞു? ഇഷ്ടമായിട്ട് പറഞ്ഞല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ കോളേജിൽ കൊണ്ടാക്കാൻ പോയപ്പോഴേക്കും പുറത്ത് പോയിട്ട് എനിക്ക് ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് രസമാട്ടോ ഫുഡ് വാങ്ങി തന്നത്. എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് എനിക്ക് മാത്രം ഫുഡ് വാങ്ങി തന്നു. ഞാൻ ചോദിച്ചു, അന്ന് സാജു എന്നാണ് വിളിക്കുന്നത്. സാജു കഴിക്കണില്ലേ എന്ന് വെച്ചാൽ പറഞ്ഞ്, ഇല്ല എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിച്ചിട്ട് വന്നുള്ളൂ. രശ്മി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്, അന്ന് രശ്മി എന്നാണ് വിളിക്കുക. രശ്മി കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മാത്രം, ഞാൻ വലിയ ഗമ്മയിലിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചു. കുറച്ച് ഒന്ന് വേണമെന്ന് പിന്നെ ചോദിച്ചല്ല. പക്ഷെ അന്ന് നമ്മൾ അത്രയും ബന്ധമായിട്ടില്ലല്ലോ. ഇപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ അപ്പൊ അവിടുത്തെ സാറല്ലേ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സാറ്, ഞാൻ ടീച്ചർ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ആ സമയത്ത് അയ്യോ കഴിക്കുക അങ്ങനെയൊക്കെ പറയാറായിട്ടില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ട. അപ്പൊ ഞാൻ കഴിച്ചു, എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, അവിടെ വയറ്റിൽ ചെണ്ടവെള്ളം അടിക്കേണ്ടത് പറയണ്ട, പക്ഷെ അത് പറയാൻ പറ്റില്ല നമുക്ക്. ഇല്ല, ഞാനപ്പോഴും ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് അവിടെ കൺട്രോൾ കൂടി മുമ്പേ ഇരിക്കണത്. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞു, നമ്മൾ പോയത് അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു.
ചേട്ടൻ പറഞ്ഞു ഓൾറെഡി ഇഷ്ടമാണ്. അപ്പോൾ എറിഞ്ഞു നോക്കി എറിഞ്ഞു നോക്കി. അതെ. അത് കേട്ടപ്പോ പക്ഷേ ചേച്ചിയുടെ കണ്ണ് നിറയുന്ന മനസ്സിലായി. അതല്ല ചേച്ചി, നിങ്ങൾ ആ കല്യാണത്തിന് ശേഷം കുറെ സ്ട്രഗിൾ ചെയ്യും ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് ഈ കണ്ണീരിൽ തന്നെ ഉണ്ട്, ആ കരച്ചിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ജീവിതത്തിൽ വിഷമത്തിൽ മറക്കാൻ പറ്റാത്ത, നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ ഇത് പറയും. ഒരുപാടുണ്ടായിരുന്നു. അതെ അതെ കുറച്ച് അല്ല എങ്കിലും ഇമോഷണൽ ആവുന്നത് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കരച്ചിൽ സ്വാഭാവികമായിട്ടും വരും ചേട്ടാ. അത് ചേച്ചിക്ക് എന്ത് ഓർത്തപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കരച്ചിൽ മീൻസ് ഒരു കണ്ണ് നിറയാനുള്ളൊരു കാരണം? കാര്യം അത് സന്തോഷമാവാം, പണ്ടത്തെ സങ്കടം ഇപ്പോഴത്തെ സന്തോഷമാവാം. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരയാനുള്ളൊരു ഇടയുണ്ടായത്? അതല്ല, അങ്ങനെയല്ല, എല്ലാത്തിനും നമുക്ക് വിഷമം തന്നെ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറയാമല്ലോ, ഇതിപ്പോൾ നമ്മൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇയാൾ കരയാതെ ഒറ്റ ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഡാൻസ് പഠിക്കും മാഷ് അവിടെ എല്ലാവരും നടക്കണം, ഇതല്ലാതെ എന്നിലും ഇവരാരും അറിയാതെ അത് രാവിലെ ഒരു വണ്ടി വന്ന് നിൽക്കും, എന്നെ കൂട്ടിയിട്ട് അങ്ങ് പോകും. ഉച്ചക്ക് അവർ കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത വണ്ടി വരും, നേരെ കയറി അങ്ങ് പോകും. തിരിച്ചു വരും, അടുത്ത ആൾ കൊണ്ടുവരും. ഈ വന്നതും പോണതൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രം തന്നെ. ഈ ഭക്ഷണത്തിന് ഞാനവിടെ ഒന്നും കൊടുക്കണില്ല. ഈ ആൾ അവിടെ നിന്നുകൊണ്ട് കഴിക്കണുണ്ടെങ്കിലും ഭയങ്കര പ്രശ്നത്തോടെ നിൽക്കുന്നത്. എന്നിട്ട് നൈറ്റ് ചെയ്യാൻ വന്നിട്ട് പിന്നെ ബഹളം തുടങ്ങും. ആ റൂമിൽ, എൻ്റെ റൂമിൽ ഇയാളെ ഞാൻ ഇട്ട് ബുദ്ധിമുട്ടിക്കാത്ത ഒരു വർഷം കരയിക്കൽ തന്നെയായിരുന്നു. തല്ലിയിട്ടൊന്നുമില്ല കേട്ടോ, ഉപദ്രവിക്കില്ല, പക്ഷേ ഉറങ്ങാൻ സമ്മതിക്കില്ല. അതുപോലെ ചേട്ടാ, ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആ സമയങ്ങളിൽ മദ്യം അതന്നെ ഞാനതാ പറഞ്ഞത്, ഡ്രിങ്ക് കഴിച്ചിട്ട് തന്നെ വന്നത്. വന്ന് ഞാൻ ബഹളം ഉണ്ടാക്കുക ചെയ്തു. അപ്പുറത്തെ മുറിയിലൊന്നും ആരും ഒന്നും കേൾക്കണില്ല. മിണ്ടാതിരിക്കുമല്ലോ, മിണ്ടാതിരിക്കുമ്പോൾ അത് വിഷയമാക്കും ഞാൻ. എന്താ മിണ്ടാതിരിക്കുന്നത്? എന്നിട്ട് രാവിലെ നെക്സ്റ്റ് കട്ട് കാണിക്കുന്ന രാവിലെ കാലെ പിടിച്ചിരിക്കണായിരിക്കും ഞാൻ. സോറി പിറ്റേ ദിവസം ഇത് തന്നെ. അങ്ങനെ എൻ്റെ വീട്ടിൽ അവസാനമായിട്ട് പൊട്ടിത്തെറിച്ച് ലാസ്റ്റ് ദിവസം അന്ന് റോട്ടിൽ വിഷയം. ഞാൻ റോട്ടിൽ കൂട്ടുകാരെ, ഞാനൊരുത്തനോട് ബൈക്കിന് വന്ന് വേറെ ഒരുത്തം വന്നിട്ട് നേരെ എൻ്റെ കൂടെ ബൈക്ക് ഓടിച്ചു വന്നിട്ട് ഒറ്റ അടി കള്ളത്തിട്ട് കൊടുത്ത്. അപ്പം നമ്മൾ രണ്ടും കൂടെ ബൈക്കിന് വരുമ്പോൾ നിന്നെ തല്ലിയാൻ മിണ്ടാണ്ടിരിക്കുമോ? അന്നേരം എൻ്റെ ആ പ്രായം ഞാൻ റെഡി ചെയ്ത് കഴിഞ്ഞു. ഞാൻ അവനിട്ട് ഒരെണ്ണം കൊടുത്ത് ആകെ മൊത്തം റോട്ടിൽ ഇടിയും ബഹളവും. വീട്ടിൽ വന്ന് എന്നോട് ഇട്ടോളാൻ പറഞ്ഞു വിടുന്നു. അപ്പം അങ്ങനെ എല്ലാവരും പ്രശ്നമാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ബാധ്യതയാണ് വീട്ടുകാർക്ക്. വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു രാത്രി തന്നെ ഞങ്ങൾ ഇറങ്ങി പോന്നു. പോവാന്ന് പറഞ്ഞപ്പോൾ അല്ല, ചേട്ടയല്ല പോവാന്ന് പറഞ്ഞത്. അന്ന് എൻ്റെ വീടിൻ്റെ വാർക്കലായിരുന്നു, വീട് വാർത്ത സമയം. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഇങ്ങനെ വാർക്കലാണ് വരണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോവുകയാണെന്ന് പറഞ്ഞു. എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴേക്കും ആൾ നോർമലായിരുന്നു, പോണേ ഉണ്ടായിരുന്നുള്ളൂ, വൈകിട്ടത്തെ പാർട്ടിക്ക് പോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിരുന്നു, പുതിയ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് പോണത്. ബ്ലാക്ക് കരയുടെ മുണ്ടൊക്കെ കൊടുത്ത് വലിയ സ്റ്റൈലിൽ ആൾ പോകും. അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നല്ല ഇതിലാണല്ലോ നിൽക്കണത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും ആൾ വരുവാ. വൈകിട്ട് പോയ ആളല്ല, ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് ഇവിടെയാണെങ്കിൽ ഒരെണ്ണം ഇവിടെ. ഒരു 8 മണി 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻ വന്നു, ചേട്ടയുടെ അനിയൻ വന്നിട്ട് എന്നോട് പറഞ്ഞു സാജുല്ല വഴിയിൽ കിടന്ന് തല്ലു പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കൂട്ടുകാരായിട്ട് അവിടെ റോഡിൽ മൊത്തം നല്ല എന്നെ ഞാൻ ഒരുത്തന്നെ ആവുമ്പോൾ അപ്പം മറ്റോ പറഞ്ഞു ഈ കാരണം പ്രസാദിനെ സാജു തല്ലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാജു പ്രസാദിനെ തല്ലി. എന്നാൽ സാജുവിൻ്റെ ഒരെണ്ണം ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് എൻ്റെ അനിയൻ കേട്ടുകൊണ്ട് നോക്കി റോട്ടിൽ കൂട്ട ഇടിയായി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഞാൻ തലേ ദിവസം തല്ലിയവനുണ്ടല്ലോ റോഡിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ ഞാൻ എന്നാടാന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാറി ഇന്നോ ഇടി വെച്ചാൽ വന്ന് പിടിച്ചു മാറ്റി. അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് എന്നാ അടിയോടെ അടിച്ച അമ്മ കടലക്കറി രാവിലെ ഇപ്പം എല്ലാവരും വഴക്ക് മാറി, കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചൊക്കെ ചുമ്മാ അവരുടെ ഒരു എന്റർടൈൻമെന്റ് പോലെ ആയിപ്പോയി. പ്രശ്നം ഉണ്ടായ പിന്നെ വേർത്തം വീട്ടിൽ ചെന്നിട്ട് അവന്റെ ഫോണും തല്ലിപ്പൊട്ടിച്ച് അമ്മയുടെ ഫോണും തല്ലിപ്പൊട്ടിച്ച് എൻ്റെ കൂട്ടുകാർ വഴക്കിട്ടെന്നും പറഞ്ഞു. അന്ന് രാത്രി വഴക്കൊന്നും പറഞ്ഞില്ലേ? എന്നിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല അല്ല ഇതൊന്നും പറയാറില്ല, ഞാനൊന്നും പറയാറില്ല. ആദ്യത്തെ ദിവസം തന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ നന്നായി പോയനെ. അല്ലാടാ, ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, 1 വർഷം ചേട്ടൻ പറഞ്ഞു ഇതുപോലെ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശല്യം ചെയ്തു. ഏതൊരു പെണ്ണ് 1 മാസമായാൽ തന്നെ ഇട്ടെറിഞ്ഞിട്ട് പോകും. ചേച്ചി എന്തുകൊണ്ടാണ് ഇത്രയും സഹിച്ച ചേട്ടനോട് ആ 1 വർഷം കഴിഞ്ഞത്? അത് ഏതൊരാളും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്, റീസണാണ്. ഒരു പെൺകുട്ടി ഇപ്പം നിൽക്കാറില്ല, എന്ത് കാരണത്തിലാണ് സാധിച്ചേട്ടൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നത്? പറ. ഇഷ്ടം. അതും ഏത് ഇലക്ട്രിക് പോസ്റ്റ് പോലെ അല്ല, എന്തായാലും അത്രയും സ്നേഹമാണ്. ഞാൻ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പാണ്. അപ്പം ഞാനങ്ങ് ചെന്ന് കയറുമ്പോഴേ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്
അങ്ങോട്ട് ചൂടാവാൻ ഞാൻ അത് അവിടെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് ചൂടാവണതിന്റെ മുന്നേ ആ അങ്ങോട്ട് ചൂടാവും. അതെന്റെ ട്രിക്കായിരുന്നു അത്. പക്ഷെ അത് ആനിച്ചിട്ട് ഇന്റർവ്യൂ പറഞ്ഞാൽ പിന്നെ പൊളിഞ്ഞത്. അതെ ഇതിനകത്ത് ചേട്ടാ അത് സമ്മതിക്കില്ല അല്ലേ? അല്ല പുള്ളിക്കാരി ഒരു പാവമാണ് എന്നുള്ളൊരു ചേട്ടൻ മനസ്സിലാക്കിക്കൊണ്ടല്ലേ ചേട്ടാ ഇത്രയും സംസാരിച്ചേ. അതെ അതെ. എപ്പോഴും വീട്ടിൽ സംസാരിക്കാൻ അങ്ങനെയല്ലേ, അങ്ങോട്ട് വഴക്കുണ്ട് അങ്ങോട്ട് നോക്കുന്നു പാവം എന്ന് പറഞ്ഞപ്പോൾ. ചേച്ചി വീട്ടിലെങ്ങനെ അത് പറയൂ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സഹിച്ച് ക്ഷമിച്ച് കൂടെ എന്നൊരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശില്പിയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷം എന്തായാലും കുറേ പറയാൻ കാണും ചേച്ചിയെക്കുറിച്ച്. അതിൽ ഏറ്റവും ഒരു 5, അതായത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 5 വാക്ക്. അല്ല യച്ചുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ആളായിരിക്കണം. ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ്. എൻ്റെ അച്ഛനും അമ്മ സഹോദരങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇച്ചിരി ഇതുണ്ടെങ്കിലും അവർക്ക് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എവിടെ പോയാലും എന്ത് പറഞ്ഞാലും ആരെങ്കിലും എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അതൊക്കെ ജെന്യൂനാണെന്ന് മാത്രം പുള്ളിക്കാരത്തേക്ക് തോന്നിയാൽ മാത്രം വിശ്വസിക്കും. പിന്നെ എന്നെ ഒരാൾ മോശമാക്കി പറഞ്ഞാൽ ഇഷ്ടമല്ല. അത് എൻ്റെ വീട്ടുകാർ പറഞ്ഞാലും അച്ഛൻ്റെ വീട്ടുകാർ പറഞ്ഞാലും ഇഷ്ടമല്ല. പിന്നെ എന്താ നല്ല ഉഗ്രായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അതാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗംഭീര. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായില്ലേ, എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഒരിക്കലും ഒരു ചിക്കൻ കറി സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്നെ. അതാ പറഞ്ഞത്, എന്തെങ്കിലും ഇവിടെ നിന്ന് ഉണ്ടാക്കി തന്നായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നാ. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു വന്നത്. ഇത് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ആരും ഗസ്റ്റ് വന്നാൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. എൻ്റെ കൂട്ടുകാരും എന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കേട്ടാ എൻ്റെ ഒരു 5 കൂട്ടുകാർ വരുന്നുണ്ട്, എത്ര ഗ്ലാസ് കഴുകി വെക്കണം ആദ്യമേ ചോദിക്കുന്നത് അത് തന്നെയല്ലേ. അത് ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ് സപ്പോർട്ട്. ആ സമയം കഴിഞ്ഞപ്പോൾ നിർത്തി. പിന്നെ നമ്മൾ ജീവിതത്തിൽ തനിച്ച് താമസിച്ചപ്പോൾ ഞാൻ പഠിച്ച് എന്തായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നൊക്കെ. ഒരു നാണം ഇല്ലാണ്ട് ഞാൻ പോയിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ഈ അങ്ങനെ കഴിക്കാൻ പറ്റും വീട്ടിൽ. അവരെല്ലാവരും ജോലിക്ക് പോയിക്കൊണ്ടെന്ന് അമ്മയുടെ പൈസ കൊടുക്കും. അമ്മ കൊണ്ടെന്ന് ഇയാളുടെ പൈസ കൊടുത്തിട്ട് പറയും അവരൊക്കെ തരുമ്പോൾ എന്നെ കൊണ്ട് തന്നെ നോട്ടാന്ന് പറയും. അങ്ങനെ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചപ്പോഴത്തേക്ക് ഒരു ഒറ്റമുറി വീട് വാടകയ്ക്ക് എടുത്തു. 3000 രൂപ കയ്യിലുണ്ട്. ഒരു കൂട്ടുകാരന് വാങ്ങിച്ചാൽ 600 രൂപ വെച്ച് 3 മാസത്തെ വാടക 1800 രൂപ. ബാക്കി പൈസക്ക് ഒരു പായയും 2 തലയണയും ഒരു കപ്പും ബക്കറ്റും ആണ് ഞങ്ങൾ കൊണ്ടുവന്ന് കുളിക്കാനായിട്ട്. അങ്ങനെ ജീവിതം തുടങ്ങിയതാണ്. 3000 രൂപ തുടങ്ങിയതല്ലേ? 3000 രൂപ തുടങ്ങിയതാണ്. പിന്നെ അതിന്മേൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീട് എല്ലാം സൗകര്യമാക്കി ഇപ്പം നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് അത് വിറ്റിട്ട് വീണ്ടും വാടകയ്ക്ക് താമസിക്കുക. അല്ല അതൊക്കെ ഉണ്ടാവും ചേട്ടാ തീർച്ചയായിട്ടും ജീവിതത്തിൽ. അതുപോലെ രസകരമായിട്ടാണ് പറയുന്നത്. അത് വീട് നഷ്ടപ്പെട്ടിട്ടും അതുപോലെ രസകരമായിട്ട് പറയാൻ കഴിഞ്ഞെങ്കിൽ അത് ഇപ്പം നമുക്ക് ഒരു ചോർന്നൊലിച്ച വീട്, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്, അതൊരു വീടില്ലാത്തവൻ്റെ സ്വപ്നമോ. അതെ. ഈ വഴക്ക് പറഞ്ഞ അച്ഛനും അമ്മ ഉണ്ടല്ലോ, അത് അച്ഛനും അമ്മ ഇല്ലാത്തവരുടെ സ്വപ്നം. അതെ തീർച്ചയായിട്ടും. അതെ. തലതെറിച്ച മക്കളില്ലേ, അത് മക്കളില്ലാത്തവരുടെ സ്വപ്നം. അതുപോലെയാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സ്വപ്നത്തിനേക്കാളും കൂടുതലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഓട്ടവും ചാട്ടവും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ മറ്റുള്ളവരെ അവരെങ്ങനെ ജീവിക്കണം, അവർ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കണം. ഞങ്ങൾ കുട്ടികളില്ലാത്തതിന് മണ്ണറച്ചാലല്ലേ ഉരുളി കമിഴ്ത്താൻ പോയി. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു 55 വയസ്സൊക്കെ ഉണ്ടാവും അല്ലേ, ഒരു ചേച്ചിയും ചേട്ടനും. അപ്പോൾ അവരെ കണ്ടാലേ അറിയാം അവർ എന്തോരം ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തൊഴിലൊക്കെ ചെന്നപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പറയാം ഞാൻ ആ ചേച്ചിയും ചേട്ടനും വേണ്ടിയാണ്. കിലോമീറ്റർ താണ്ടി ഉരുളിയും കൊണ്ടുപോയി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ല ചാരിറ്റിയെ കുറിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് രമ്യടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ചോദ്യമാണ് ഇവിടെ എഴുതിയിട്ടേക്കണത്. സൂപ്പറല്ലേ? സൂപ്പർ, നന്നായിട്ടുണ്ട്. അതിങ്ങനെ നോക്കണം. ഇവിടെയുണ്ട് സൂപ്പർ. ഇതെന്താ വായിക്കാൻ പറ്റുണ്ടോ? നിങ്ങൾ എൻ്റെ 1030 അത് നോക്കട്ടെ ചേട്ടൻ, അത് നോക്കട്ടെ. എനിക്ക് എന്താണെന്നുള്ളത് നോക്കട്ടെ. ഇതുവരെ ഇത് ഞാൻ എല്ലാം അഴിച്ചു കിളിക്കിട്ടാണ്. ചേട്ടാ ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അടിപൊളി. ഇതാണ് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യാം. എൻ്റെ വൈഫ് എനിക്ക് എങ്ങനെയാന്നുള്ളത് ഇതാണ്. കണ്ടോ തുടരുത്. ആ ടീഷർട്ടിൽ മാത്രമേ ക്യാമറ ഒന്ന് കാണിച്ചോട്ടെ. ഇത് ചേച്ചി ഇത് കണ്ടപ്പോഴും ചേച്ചി കണ്ണിന്ന് വെള്ളം വരും. 4 മണിക്കൂർ എടുത്തു. 4 മണിക്കൂർ. അല്ല ഇത് ചെയ്തു വന്നപ്പോ എന്തായിരുന്നു? പറഞ്ഞിട്ടാണോ ചെയ്യാൻ പോയത്? അല്ല, സർപ്രൈസ്. ആ ഒരു സമയം പറഞ്ഞേ. അങ്ങനെ ഞെട്ടി കരഞ്ഞില്ലേ. എല്ലാത്തിനും സന്തോഷം വന്നാൽ എന്താ കരച്ചിലാണ്. നോക്കിയാ കരയുന്നു. അത്യാവശ്യം സമയം എടുത്തുണ്ടാവും അല്ലേ ഇത് ചെയ്യാൻ? 4 മണിക്കൂർ എടുത്തു. അല്ല കുറേ സമയം ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം ടീഷർട്ടിന് തന്നെ കൂടെ കിടന്ന് കുളിക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ കുളിക്കാതെ അകത്ത് കയറിയിട്ട് വെള്ളം കോരി ഭിത്തിയിട്ടൊക്കെ ഒഴിച്ച് കുളിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അവസാനം ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ആള് ഞെട്ടിപ്പോയത്. എക്സ്പ്രഷൻ എന്തായിരുന്നു ചേച്ചി? അത് ഞങ്ങള് കേരളത്തിന്റെ ഒരു പ്രോഗ്രാം ഞാൻ കാണിച്ചു കൊടുക്കുന്നത്.
അന്നൊരു സർപ്രൈസ് ആയിട്ട് കാണിച്ചപ്പോൾ കാരണം എന്നെ അറിയാം, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ള ആളാണ് ഞാൻ. അവിടെ സിസ്റ്റർ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് മാറും, ഇങ്ങനെ ഒതുങ്ങും ഞാൻ. അത്ര പേടിയാണ്. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആണത്, ഭയങ്കര പെയിൻഫുൾ ആണ്. വലിയ കുണ്ടായിരുന്നു. അടിമയൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇഞ്ചക്ഷൻ അല്ല, സൂചി കണ്ടാൽ ചില ഗുണ്ടകൾക്ക് പേടിയാ, പേടിയാ. അത് മിക്ക ഗുണ്ടകൾക്ക് അത് പേടിയാ. ഭയങ്കര പേടിയാ. എൻ്റെ ഇപ്പം ഞാനല്ലേ അന്നേരം ഞാൻ ചെറുതല്ലേ, നമ്മളോട് ഇങ്ങനെ ചേട്ടൻ രണ്ട് പുള്ളിക്കാരനെ പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ പോയേക്കണം ഇങ്ങനത്തെ ആൾ തന്നെ. അപ്പോൾ ഡോക്ടർ ഇയാൾ പറഞ്ഞു ഇവന് പേടി കണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നീ പിടിച്ചോളാം തോന്നി. ഇങ്ങനെ പിടിച്ചിട്ട് നിറച്ചിങ് വന്നപ്പോഴത്തേക്ക് ഒരു ഒറ്റ തട്ട് കൊടുത്തപ്പോൾ സിറിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ മുറുക്കെ പിടിച്ച് നമുക്ക് അടുത്തെടുക്കാൻ, അടുത്ത നിറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തട്ടിയിട്ട് പുള്ളി ഓടിക്കളഞ്ഞ് ഈ കുത്താണ്ടാ ആള്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പുള്ളിയല്ലേ, പുള്ളി കുറച്ച് ദൂരം ഓടി. എന്നിട്ട് തിരിച്ച് കഥച്ച് വന്നിട്ട് എന്തായാലും നിറച്ചല്ലേ ഡോക്ടർ ഇങ്ങോട്ട് വെച്ചേക്കാൻ, എന്താ ആവശ്യത്തിനാണ് കളയണ്ട ഇങ്ങോട്ട് വെച്ചേക്കിട്ടോ. ഇത് സീരിയസ്ലി ഞാൻ കുറേ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രമാത്രം ചിരിച്ചൊരു ഇൻ്റർവ്യൂ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സീരിയസ്ലി നിങ്ങൾ ദുഃഖം പോലും അത് തമാശയാക്കിയ രീതിയിൽ പക്ഷെ വീട്ടിൽ നല്ല രസമായിരിക്കില്ല, ഭയങ്കര ലൈവ് ആയിരിക്കില്ലേ നിങ്ങൾ രണ്ടുപേരും? പണ്ട് ഞാൻ കരയിപ്പിക്കണ ശല്യമായിരുന്നു, ഇപ്പം എന്നെ കൊണ്ട് ശല്യമാണ്, ഞാൻ തോന്നറ ശല്യമാണ്. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ചെന്നങ്ങ് ഇറങ്ങി രണ്ടുപേരും എച്ചുവായി. അപ്പം എൻ്റെ അമ്മ പറയും അവളെ പുഴുങ്ങിയൊന്നും തിന്നാൻ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടത്. ഈ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഏതെങ്കിലും ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ? ഇത്രയും പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഒന്ന് പിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാം, മാറി നിന്നിട്ട് ചിന്തിച്ചിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തിട്ടുണ്ടോ? ഒരിക്കലും മാറി നിന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇയാളുടെ പോയി നിന്നിട്ടില്ല ഇപ്പോഴും. ഇയാളുടെ വീട്ടിൽ പോയി ഉറങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷം. 8. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഉറങ്ങിയിട്ട് തനിച്ച്. ഞങ്ങൾ അങ്ങോട്ടും കൂടെ എൻ്റെ വീട്ടിലും പോയി നിൽക്കില്ല ചുല്ലാതെ. പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിന് മുമ്പ് ഒറ്റ കേൾക്കണ മാത്രമല്ല, അല്ലാതെ ഞങ്ങൾ രണ്ടും അല്ല അന്ന് ഷായിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചേച്ചി വീട്ടിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കില്ലായിരിക്കും. പോകൂല. ആ സമയത്ത് ഞാൻ പോയിട്ടില്ല. പോവാത്തതാണ് സ്ട്രോങ് അതാണ് സ്ട്രോങ്. ഞാൻ പോയിട്ടില്ല, പോയാലും എൻ്റെ കൂടെ പോരും. അതുകൊണ്ടായിരിക്കണം ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ ഇരുന്നത്. അല്ലെങ്കിൽ രാവിലെ ഞാൻ വിട്ടു, രാത്രി അങ്ങനെ സിംഹമായിട്ട് തന്നെ രാവിലെ കട്ടിലേൽ ഇയാൾ ഞാൻ താഴ്ത്തു. ക്ഷമിക്കണം, കാലം പിടിച്ചത്. അല്ല അതാരും എങ്ങനെ ആലോചിച്ച് നോക്കിയത്, അപ്പോഴത്തേന് ഏതൊരു ദിവസം ക്ഷമിച്ചു പോകും. ഒരു ദിവസം എനിക്ക് ചെയ്ത കുറ്റബോധം ഓർത്തിട്ട് ഒരു ബോട്ടിലെടുത്ത് തന്നെത്താനെ അടിച്ചാൻ ഇവിടെ ഇങ്ങനെ ചേട്ടൻ തന്നെ 5 സ്റ്റിച്ച് കൂടെ. കുങ്കുമോട്ട ചോരയല്ല. അല്ല മുമ്പിൽ വെച്ചിട്ടാണോ അടിച്ചേ? അല്ല, കഴിച്ചിട്ടില്ലായിരുന്നു. അതല്ല മുമ്പിൽ വെച്ചിട്ടാണോ? അതെ ഞാനുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ത് ആ സമയം ചെയ്യാൻ പറ്റില്ല. പിന്നെ കയ്യിലെ വളം ഒരു പണയം വെച്ചിട്ട് ആശുപത്രി കൊണ്ടുവരാൻ അടിച്ചിട്ട് ഇവിടെ 5 സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ. അതായത് പൈസ ഇല്ലാതെ വള ഊരി പണയം വെച്ചിട്ട് കൊണ്ടുവന്ന അതാ പറഞ്ഞത് ആശുപത്രിയിൽ. മറ്റൊരാൾ മൈൻഡ് ചെയ്യില്ല ചേട്ടൻ, കാരണം ഞാൻ അത്ര നല്ല പയ്യനായതുകൊണ്ട്. ഇത് ചേട്ടാ, ഇത് ഇത്രയും പറയുമ്പോഴും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ കുറേ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും മറ്റുള്ളവരെ എങ്ങനെ ചേട്ടാ ചിരിപ്പിക്കാൻ കഴിയുന്ന കാര്യം? നമ്മൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അഭിനയിക്കാൻ പോകുന്നത്. അതിനെന്താണെന്നറിയാമോ, ഞാനൊരു ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് ഞാനും കൂടെയാണ് കോമഡി ലീഡ് ചെയ്യണത്. അന്നത്തെ കാലത്ത് ഈ ഇപ്പോഴത്തെ പോലെ ഡാൻസ് പാട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. 2.5 മണിക്കൂറും സ്കിറ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു 10 മിനിറ്റ് നടന്മാരെ അനുകരിക്കുന്ന ഒരു പോർഷൻ വരും. ആ സമയത്താണ് ഞങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണം. അതെ, അങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ ചെന്ന് അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും പരിപാടി കളിച്ചോളാം ബുക്ക് ചെയ്താൽ. വീട്ടിൽ അങ്ങനെ സംഭവിച്ചിങ്ങനെ വെച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കുമായിരിക്കും. എന്ത് എഗ്രിമെൻറ്റ്, അന്ന് പേടിയാണല്ലോ വക്കീലെന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ പരിപാടി സ്ഥലത്ത് ചെന്ന് തുടങ്ങാറായപ്പോഴത്തേക്ക് ഒരു കോള് വന്നു, എൻ്റെ കൂടെ കളിക്കണവൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവനോട് പറയാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, പുള്ളി പറയാൻ പറ്റില്ല, പരിപാടി ആണെന്നില്ല, എന്നെ ഇടിയുള്ളൂ, പുള്ളിക്ക് ഇടിയുള്ളൂ, ആരാ സെക്രട്ടറി എന്ന് ആദ്യം ചോദിക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പരിപാടി ഞാൻ ഇവൻ്റെ കൂടെ കളിക്കും. ഇവൻ്റെ അച്ഛൻ മരിച്ചെന്ന് എനിക്കറിയാം. ഇപ്പം പെർഫോം ചെയ്യുന്ന പതിവിൽ കൂടുതൽ ഭയങ്കര പെർഫോമൻസ്. എനിക്കാണെങ്കിൽ കളിക്കാനും പറ്റണില്ല, എൻ്റെ ഉള്ളിൽ മുഴുവൻ ഇതാണ്. അങ്ങനെ ഇൻട്രോയിലായപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പറ, ഇനിയിപ്പോൾ ഒരു സ്കിറ്റല്ലേ ഉള്ളൂ, അത് ഞാൻ രണ്ടുപേരും കൂടി കളിച്ച് തീർക്കാം. ഇല്ല പുറത്ത് അവൻ ഇതായി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല എന്നുകൊണ്ട് പരിപാടി തീർന്നിട്ട് ഇവനെ നോക്കിയിട്ട് കാണാനില്ല. ഞങ്ങൾ കുറേയൊക്കെ നോക്കിയാണെങ്കിൽ അവസാനം വണ്ടി ചെന്ന് കയറും, വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കമിഴ്ന്ന് കിടന്ന് കറിയുമോ. ഞങ്ങൾ അറിയണതിന് 1/2 മണിക്കൂർ മുമ്പ് അവൻ അവനിത് അറിഞ്ഞിട്ടാണ് അവൻ ആ സ്റ്റേജിൽ കിടന്ന് അത്രയും പെർഫോം ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു, നമ്മൾ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഇപ്പോഴും നിലവിൽ ഇപ്പം ലൈവായിട്ടുണ്ട്, പ്രോഗ്രാം ലൈം ലൈറ്റിലില്ല, അന്ന് കളിച്ചോണ്ട് കോമഡി കളിക്കുന്ന ഒരുത്തനാണ് അനിൽ എന്നാ പേര്. എന്തായാലും ഭയങ്കര അത് നിങ്ങൾ അറിഞ്ഞതിന് മുമ്പേ അറിഞ്ഞിട്ടും അത് അറിഞ്ഞു വെച്ചിട്ട് അവൻ അത്രയും പെർഫോം ചെയ്തു. ചേട്ടൻ പറഞ്ഞില്ല എപ്പോഴത്തേക്കാളും നല്ലപോലെ ചെയ്യുമെന്ന് പറഞ്ഞത്. അതെ, പതിവിൽ കൂടുതൽ ഭയങ്കര, കാരണം ഉള്ളു വേവണം നമ്മൾ പുററിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ച പോലെ എന്നെ ഇച്ചിരി മോശമാക്കി പറഞ്ഞാലും എൻ്റെ കൂടെ ചിരിച്ച് കണ്ട, എൻ്റെ മുമ്പിൽ കണ്ട് ചിരിച്ച് കണ്ടാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിറ്റ് ചെയ്യണത്. പിന്നെ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നില്ല അല്ലേ, ഒക്കെ മനസ്സിൽ തോന്നുന്നതേ ഷാജേട്ടൻ. അതൊരു കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നവർ, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ
മനോരമ സ്കിറ്റ് കളിച്ച് വന്നതാണ്. ആ സ്കിറ്റ് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ സുധീൻ രാജേഷ് അവർക്ക് അവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം എന്നെക്കാളും വലിയ ആർട്ടിസ്റ്റുകൾ സുധി ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നത്. അല്ല അവർ താന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പോകും. കൊല്ലം സുധിച്ചേട്ടൻ സുധി എൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു. പാഷാണം ഷാജി സ്പീക്കിംഗ് അല്ലേ? അതെ. ആ എനിക്ക് തോന്നുന്നു 8-9 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 4-5 മില്യൺസ് ഒക്കെയാണ് ഇതിന്റെ വ്യൂസ്. ആ സമയത്തുള്ള ഒരു ക്യാമറ ക്വാളിറ്റിയും എല്ലാം എന്ത് ഭംഗിയാണ്. ഞാനിപ്പോൾ അടുത്ത അത് ഇങ്ങനെ കൂടുതൽ അത് നമ്മൾ സ്പെഷ്യൽ ഷൂട്ട് ചെയ്തത് ഈ ഫ്ലവേഴ്സിന് വേണ്ടിയായിരുന്നു അല്ലേ? സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്തതാണ്, ഒരു വെബ് സീരീസ് പോലെ ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മളെ ഇച്ചിരി മോശമായി കാണിച്ചാലും മറ്റുള്ളവർ ചിരിച്ചു. ചേട്ടാ ഇപ്പം ഗിവാണ്ടേക്ക് പോലെ സൂചിച്ചായിട്ടുള്ള കോമ്പറ്റീഷൻ കുറേ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളിൽ നിന്ന് വിട്ടു വന്നൊരു സമയത്ത് ആ അറിഞ്ഞ സമയം, കാര്യം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് 24 ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ട ആളാണ് സുധിച്ചേട്ടൻ, കൊല്ലം സുധി. ആ സമയത്ത് ചേട്ടാ എപ്പോഴാണ് അറിഞ്ഞ സമയത്തുള്ളൊരു? ഞാൻ രാവിലെ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാജോൻ ഞാൻ എന്നെ വിളിച്ച് പറയണത്, അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുള്ള ദിവസം അല്ലേ, നമ്മൾ സ്കാനിങ്ങിന് പോണ ദിവസം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനപ്പോൾ തന്നെ കാറിൽ വെച്ച് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ. കാരണം അങ്ങനെയാണ് ഇവനെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവനെ സോഷ്യൽ മീഡിയ ഒക്കെ കുറേ കളിയാക്കുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും, ഫോൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഫോൺ എന്തുവാടേ ചീത്ത പറയാനാണ് വിളിക്കല്ലേ എന്ന് പറയും. ഇങ്ങനെയാണ് അവൻ. അപ്പോൾ അവൻ എന്നെ ചീത്ത പറയാനല്ലോ കൊച്ചിന് സുഖമാണെന്നൊക്കെ ചോദിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഞങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണ ദിവസമോ അന്ന്, അത്രയും ദിവസം ഞാൻ അവിടെ റൂം എടുത്ത് ഇയാളെ അനക്കാതെ നിർത്തിയേക്കുക ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ് അനീസിനോട് എൻ്റെ പയ്യനോട് ഒറ്റ കാരണവശാലും ചേച്ചി അറിയരുതിട്ടാന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഇതെടുത്തിട്ട് ഇയാളത് കണ്ട് അത് കഴിഞ്ഞിട്ട് 10 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ കൺഫേം പറഞ്ഞിരുന്ന ഡോക്ടർ. ഓ, അപ്പോൾ സുധി പോയ പോലെ ഞങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിന്നും ഒരിത് അങ്ങ് ആ മാറിയ ദിവസം അത്. അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അവൻ കളിയാക്കില്ല. അതെ, ഒരാളെ കളിയാക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരാളുടെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യർ വളരെ കുറവാണ്. അവൻ ജീവിച്ചത് അവൻ്റെ വീടിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, കൂടപ്പുറപ്പും ഭാര്യ കുഞ്ഞ് അങ്ങനെ ജീവിച്ചു പോണവനാണ്. ഒരു നല്ല ഷൂ വാങ്ങിക്കില്ല, നല്ലൊരു ഡ്രസ്സ് എടുക്കില്ല. അല്ല, ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ നമ്മളെല്ലാവർക്കും കേട്ടോ വലിയൊരു ഷോക്കായിരുന്നു അത്. അതെ അതെ പറയാൻ കാരണമുണ്ട് ചേട്ടാ. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. അപ്പം പറയടാ സൂചിച്ചേട്ടനാടാന്ന് പറഞ്ഞിട്ടാ സംസാരിക്കും മക്കളെ. അതെ, അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ആ മക്കളെ ഞാൻ കൊല്ലത്ത് വരുന്നുണ്ട്, നീ വാ വീട്ടിൽ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അതിന് 2 ദിവസം മുമ്പ് സൂചിച്ചേട്ടൻ മരിക്കേണ്ട തലേന്ന് എനിക്കും ആക്സിഡൻ്റ് ആയി. പക്ഷേ ആ ആക്സിഡൻറ്റോട് തന്നെ ഞാനും അദ്ദേഹത്തെ രാവിലെ പോയി പറയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരും. കാര്യം രാവിലെ പോയി കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ്. രാവിലെ അല്ലാന്ന് രാത്രി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് സൂചിച്ചേട്ടൻ അവിടെ കൊണ്ടുവന്നത്. അന്ന് സുരേഷ് ഗോപി സാറ് ഇടപെട്ടിട്ടാണ് ടിനിച്ചേട്ടനോട് ചേർത്തിട്ടാണ് അവിടെ കൊണ്ടുവന്നത് പറഞ്ഞു കേട്ടു. പക്ഷെ അവിടെ 12 മണിക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് അത്രയ്ക്ക് അവൻ്റെ ഒരു ക്വാളിറ്റി. ഒരാൾ അവനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും മനസ്സിലുണ്ടാവും. ഞാൻ വേണമെന്നില്ല, എൻ്റെ തറവാട്ടിൽ ഇവരതുവഴി കോട്ടയത്താണല്ലോ, അതുവഴി പോകുമ്പോൾ എൻ്റെ തറവാട്ടിൽ കയറും, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോവും, എല്ലായിടത്തും ചെല്ലും. അവരെ വിളിക്കും, ദേ സുധിയും വൈഫൊക്കെ വന്നിട്ടാന്ന് പറയും. അങ്ങനെ ആ ബന്ധം സൂക്ഷിക്കണവനവൻ. പക്ഷേ സൂചേട്ടൻ ഇങ്ങനെ ഈ ഫ്ലോറിലൊക്കെ കളിയാക്കുന്നതാണെന്ന് ചേട്ടൻ വിളിച്ചിട്ട് പറയാറില്ല, എന്തിനാണ് ഇങ്ങനെ കളിയാക്കൽ ഏറ്റവും വാങ്ങുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കളറിനെ വെച്ചിട്ടൊക്കെ പലരും അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. ആ സമയത്ത് ചേട്ടൻ ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ എന്നെ? അല്ല, ഞങ്ങളുടെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു രീതിയായിരുന്നു. കാരണം അവരും സുധി തന്നെ പറയും, എന്നെ ഇങ്ങനെ പറയട്ടാ, എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിരി കിട്ടുമെന്ന്. അതങ്ങനെ പോകണമായിരുന്നു ആ ടൈമിന്. അത് പിന്നീട് നമുക്ക് മനസ്സിലായി ബോഡി ഷെയ്മിങ് ആണ്. നമ്മൾ മിമിക്രിക്കാർ എന്തൊക്കെ ഇങ്ങനെ കാലുവെച്ചൊക്കെ അഭിനയിച്ച് പണ്ട് ഷിയാസിക്കൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ, അതൊക്കെ കൈയടിച്ച് സ്വീകരിച്ചിരുന്ന. പിന്നെ ജനങ്ങൾക്ക് ബോധം വന്നപ്പോഴത്തേക്ക് ഇത് ബോഡി ഷെയ്മിങ് ആണെന്ന് ആ രീതിയിലേക്ക് അറിഞ്ഞുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ പൊതുവേ ആരും ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു മിമിക്രി എന്ന് പറഞ്ഞാൽ ക്യാരിക്കേച്ചറല്ലേ. നമ്മളത് വൃത്തിയായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിരിക്കില്ല. അതൊരു ഏങ്കോണിച്ചൊക്കെ വരച്ച് കാണിച്ചാലേ ചിരിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ ഇച്ചിരി മോശമാക്കിയാലും ജനങ്ങൾ ചിരിച്ചു കാണണം, അതിന് വേണ്ടിയാണ്. അപ്പം ഒരിക്കലും ബോഡി ഷെയ്മിങ് ഈ ഒരു കാലഘട്ടത്തിൽ അത് ചെയ്യാൻ പാടില്ല. എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നടങ്ങി ഏറ്റെടുക്കും, ഇഷ്ടമുള്ളവരാണ്. ശരിയാ, അതൊക്കെ ശരിയാ. നമ്മൾ എല്ലാവരും നിർത്തിയത്. ഇപ്പം ഞാനും ഒക്കെ അതിനെതിരാണ്. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴേ അതിനകത്ത് ഈ ബ്രൗൺ ഷുഗറൊക്കെ വലിക്കണമ്പോൾ ഭയങ്കര കൈയടിയാ. അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടൊരു തലമുറ നന്നാവുമോ? ഒരു ബോഡി ഷെയ്മിങ് വെച്ചിട്ട് ഒരു തലമുറ ചീത്തയാവൂല. അതെന്ന് വെച്ചാൽ ഫണ്ണിക്ക് വേണ്ടി ചെയ്യണം. പക്ഷേ ഇത് ഞാൻ കണ്ടതാ, ഒരു പടത്തിൽ തുടക്കം പോലും അവസാനം വരെ സിഗരറ്റ് വലിയും കള്ളുകൂടി മാത്രം പിള്ളേർ. അതൊക്കെ യുവതലമുറക്ക് എന്താ കൊടുക്കുന്നത്? അതൊന്നും ഒരു റോങ് മെസ്സേജ് ആരവത്തോട് സ്വീകരിക്കണം. അതെ,
ഒരിക്കലും ബോഡി ഷേമിങ് പക്ഷേ ചെയ്യാൻ ബോഡി ഷേമിങ് ഏറ്റെടുക്കുന്ന മറ്റു ചില സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരല്ല, പടത്തെ സ്വീകരിക്കുന്ന ആൾക്കാരല്ല, ഇതിനു വേണ്ടി ഇരിക്കുന്ന ഒരു ആൾക്കാർ ജനങ്ങളുണ്ട്, കൂട്ടങ്ങളുണ്ട്. ഇപ്പൊ ഇന്നാളെ ബോഡി ഷേമിങ് ഇല്ലായിരുന്നെങ്കിൽ ചാക്യാർ കൂത്തുകൊണ്ട് കല ഉണ്ടാവുമോ? ഇല്ല, അത് ബോഡി ഷേമിങ് ആണല്ലോ ഫുള്ളാണ്. അതെ അതെ അതെ, അത് ഏത് കാലത്ത് അല്ലേ? ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അത് ചന്ദനമൊക്കെ തൂത്ത് ഇങ്ങനെ ഒന്നും ചെയ്യുന്ന കാരണം കുഴപ്പമില്ല. അത് ലൈവായിട്ട് ഇരിക്കുന്നവരെ കളിയാക്കാറുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒന്ന് എണീറ്റ് നടന്നു പോകുമ്പോൾ അവരെ കുറിച്ച് അല്ലേ, കളറിനെ കുറിച്ച് എല്ലാം പറയും, നടന്നു പോകുമ്പോൾ അത് പറയും. പക്ഷെ ആസ്വദിക്കുന്ന രീതി മാറി. അതെ, നമ്മൾ ജനങ്ങൾ ആസ്വദിക്കുന്ന രീതിയൊക്കെ മാറിയിട്ട് പുതിയ പുതിയ വേർഷനിലേക്ക് മാറിയപ്പോൾ നമ്മളതുപോലെ പോവുക. ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഞാൻ ഒരിക്കലും ട്രാൻസ്ജെൻഡറിനെ വെച്ചിട്ട് ഞാൻ കളിയാക്കി ചെയ്തിട്ടില്ല പ്രോഗ്രാം. ഇല്ലേ, ഒരാൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒരു ഐറ്റമേ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഒരാളെ കളിയാക്കുമ്പോഴത്തേക്ക് അവർക്കും കൂടി ഇഷ്ടപ്പെടണം. അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിയാക്കിയാലാണ് അത് തമാശയാവുള്ളൂ, അല്ലെങ്കിൽ ദ്രോഹമാവും. അത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഇത്ര ഇരുന്ന് പറയണമെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇതുപോലെ അതെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേട്ടയുടെ കുറേ സ്കിറ്റൊക്കെ എടുത്ത് കണ്ടപ്പോഴേക്കും ഇവർ അതേപോലുള്ള തമാശകളൊക്കെ കണ്ടിരുന്നത്. അന്ന് ആൾക്കാരത് ഭയങ്കര രീതിയിൽ ഇങ്ങനത്തെ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കോമഡിയിൽ കുറേ വൾഗാരിറ്റി വന്നിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ പോയാലും വൾഗാരിറ്റി ഇപ്പം മിമിക്രിക്കാർക്കെതിരെ കുറവാണ് ഇപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ചേട്ടൻ കളിക്കുന്ന സമയത്ത് വൾഗാരിറ്റിയിലല്ല ചേട്ടൻ നിൽക്കുന്നത്. ചേട്ടൻ അങ്ങനെയല്ല നിൽക്കുന്നത്, ഷൂഷു എന്ന് വിളിക്കുന്നതും ഇങ്ങനെ കണക്ക് പോലെ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു മാനറിസം ഉണ്ട്, അതിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒത്തിരി വ്യത്യാസം വന്നിട്ടില്ല ചേട്ടാ. ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ പോലും മ്ലേച്ഛമായിട്ടുള്ള മീൻസ് അതായത് ഡബിൾ മീനിങ്ങിലുള്ള വാക്കുകളൊക്കെ വരുന്നുള്ള എന്നോട് പറഞ്ഞ് ഞാൻ പറയില്ല എന്ന് പറയും. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പരിപാടിക്കാരെങ്കിലും കൂടെ ഞാൻ ഗസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു സ്കിറ്റ് കളിക്കണേ ഇത് പറഞ്ഞ ഞാൻ പറയില്ല എന്ന് പറയും. കാരണം ഈ ഇരുന്ന് കാണുന്ന എൻ്റെ അമ്മയും സഹോദരിയൊക്കെ അവരോട് ഞാൻ പറഞ്ഞ എൻ്റെ പെങ്ങളോട് പറഞ്ഞ പോലെ ആവൂലേ. ഡബിൾ മീനിങ് അത് തന്നെയാണ്, കറക്റ്റാണ്. അത് പക്ഷേ അന്നൊരു അഭിപ്രായം ഉണ്ടാവും, ഭയങ്കര ചിരിയും കൈയടിയൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസം ഒരു അഭിപ്രായം ഉണ്ടാവും. അതാണ് ശരിക്കുള്ള പ്രോഗ്രാമിൻ്റെ അഭിപ്രായം. ഞാനും വൈഫും കൂടി ഒരു പരിപാടി കാണാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എക്കത്തിനും തെറി. അപ്പോൾ ഈ പുള്ളിക്കാരത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ എന്താ പോവാന്ന് ചോദിച്ചു. എനിക്ക് നാണായിട്ട് പാടണം ഇരിക്കുന്ന അടുത്തൊക്കെ എന്നിട്ട് അവസാനം ഞങ്ങൾ എണീറ്റ് പോകുന്നു. പകുതിയായ പോണ വഴിയെ ചോദിക്കണം അതെന്തിനാ എനിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അതെന്താ കുഴപ്പം അത് പറയണേന്, ഇതൊന്നും അറിയില്ല. പക്ഷെ നമ്മളൊരു കലാകാരനാണ്, നമുക്കതൊരു ഇതായിട്ട് തോന്നും. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, എനിക്കത് അതിലൊരു വേറൊരു മീനിങ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കോമഡിയായിട്ട് തന്നെ കണ്ടു അവിടെ. പക്ഷേ അത് ചേട്ടൻ പറഞ്ഞപ്പോൾ അയ്യോ അത് അങ്ങനെ ആയിരുന്നോന്ന് ഞാൻ ചിന്തിച്ചത് ആ സമയത്താ ചിന്തിച്ചത്. പിന്നെ അതുമല്ല ഞാൻ കുറച്ച് ട്യൂബ് ലൈറ്റും കൂടി ആയതുകൊണ്ട് ട്യൂബ് ലൈറ്റ് ആണ്. പിന്നെ അത് നമുക്കുള്ള കുറവുകൾ നമ്മൾ പിന്നെയാണോ ചിരിക്കുന്നത്? ലാസ്റ്റ് ചേട്ടൻ പറയണ ചിലപ്പോ എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ അടുക്കളയിൽ പോകുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഷാജേട്ടൻ തന്നെ പറഞ്ഞതായിരിക്കും ട്യൂബ് ലൈറ്റ് ആണ് അല്ലേ. ചിലതൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പിന്നീട് ചിലപ്പോൾ അത് പറഞ്ഞു പോയാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അത് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെന്താ പറയണേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത്രയോളം പോവുക യൂഷ്വലായി അത് നമുക്ക് യൂസ്ഡ് ആയി. കൂടുതൽ അടുത്ത ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയാറുണ്ട്, ചിലരെ മിമിക്രിക്കാരാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ടെന്ന്. ചില പേര് ഞാൻ പറയുന്നില്ല, ചില മിമിക്രി താരങ്ങൾ പറയാറുണ്ട്. മമ്മൂക്കല്ല, ചില താരങ്ങൾ. പക്ഷെ അതിലൊക്കെ ഉപരി മാറ്റിമറിച്ചുകൊണ്ടാണ് മമ്മൂക്ക ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുകളെയും മമ്മൂക്കൊക്കെ അറിയാം, ലാലേട്ടനറിയാം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ലാലേട്ടൻ ഒരു തന്നെ ഫോണിൽ വിളിച്ച് ഞങ്ങളുടെ സ്കിറ്റിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ്. ലാലേട്ടൻ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കിറ്റ് കാണാറുണ്ട്. വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ച്. ഞങ്ങൾ ശ്രുതി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അന്വേഷിച്ചതൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും അറിയാം മമ്മൂക്കൊക്കെ. ഈ പറഞ്ഞ ലാലേട്ടൻ ഒബ്സർവ് ചെയ്ത് എല്ലാവരും അറിയാം കറക്റ്റ്. ഇന്നാളല്ലോ അവനല്ല കോമഡിയാ എന്നൊക്കെ പറയും. ശരിക്കും അങ്ങനെ ഒരു കോള് വന്നപ്പോൾ ഒരു അവാർഡ് കിട്ടിയ പോലെ. അതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു വേറെ ആൾക്കാർ ലാലേട്ടൻ വിളിക്കൂട്ടോ പറയും, അല്ലെങ്കിൽ ഞാൻ മോഹൻലാലാണ് ആയിക്കോട്ടെ ഇങ്ങനെ പറയും. തമാശ കളിയാക്കാൻ വിളിക്കണം നോക്കാം. അഡ്വാൻസ് എന്നോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം. ചേട്ടൻ പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ചേട്ടൻ്റെ കൂട്ട് തന്നെ തങ്കച്ചൻ ചേട്ടൻ വിദ്ര, അദ്ദേഹം ഒരു കഥയിലൂടെയാണ് മമ്മൂക്കയുടെ സിനിമയിലേക്ക് പോകുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡൻ്റെ കഥ പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് പോകുന്നത്. ആ കഥയിലൂടെയാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ ഇത് ഒരു മൂവി ഉണ്ടായിരുന്നു, ഒരു ജയിലിൽ വെച്ചിട്ടുള്ളൊരു സിനിമ. മമ്മൂക്കയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. അതിനകത്ത് നല്ലൊരു കഥാപാത്രം തങ്കച്ചൻ ചേട്ടന് മമ്മൂക്ക വിളിച്ചിട്ടാണ് കൊടുത്തത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മിമിക്രിക്കാരെ തള്ളിക്കളയാത്ത ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കാനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് എടുത്തു പറഞ്ഞ് ഇന്ന ആളെ വേണമെന്നുണ്ട് ആ ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്ത് ഫസ്റ്റ് ത്രൂ ഔട്ട് വേഷം മമ്മൂക്കയുടെ പടത്തിൽ തോപ്പി ജോപ്പൻ ഞങ്ങളെല്ലാവരും ഉള്ള പടം. ഈ ആർട്ടിസ്റ്റ് എന്ത് ചെയ്ത് സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ ചിലവ് ചെയ്തു, എല്ലാവർക്കും പാർട്ടി നടത്തി കിടന്നുറങ്ങിപ്പോയി.
പിറ്റേ ദിവസം ഉച്ചയായിട്ടും വിളിച്ചിട്ട് വന്നില്ല, എന്നിട്ട് വേറെ ആർട്ടിസ്റ്റിനെ വെച്ച്. അത് ആ നമുക്ക് നേരിട്ട് പറഞ്ഞെങ്കിൽ അത് എത്രയും എല്ലാവരും കാണുന്നുണ്ട്, എല്ലാ പ്രോഗ്രാം കാണുന്നുണ്ട്. ചേട്ടാ ഇപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ആരാന്ന്? അല്ല അത് ആ ആർട്ടിസ്റ്റ് മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞത് പരോൾ എന്നുള്ള മൂവിയിലാണ് തങ്കച്ചേട്ടൻ റെക്കമെൻഡിലൂടെ കൊണ്ടുവന്നത്, അദ്ദേഹം കൊണ്ടുവന്ന സിനിമയിൽ. അത് ആ കഥയിലൂടെ വന്നത്. അപ്പം ഞാൻ ചേട്ടൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്കിറ്റ് കാണുകയാണെങ്കിൽ ഇരുന്ന് എൻജോയ് ചെയ്യണ കാണാം. ഒരു അവാർഡ് നൈറ്റ് വരുവാണെങ്കിൽ നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോഴൊക്കെ നമുക്ക് ലാലേട്ടനൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യും, ആസ്വദിക്കുന്ന ആളാണ്. അതെ അതെ അതെ. അങ്ങനെ എൻ്റെ അറിവിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടതായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഷാജേട്ടൻ എങ്ങനെ സിനിമയൊക്കെ കാണൂ? ഞാൻ കാണും, സിനിമ കാണും. ഇരുന്ന് കാണൂ? കൊറിയൻ പടം, സോംബി പടം, വെട്ട് കുത്ത് കൊലപാതക കഥ പോലും നോക്കൂല. ഇതാണ് ഇഷ്ടം. എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു പടം വെക്കും, ട്രൈപ്പോഡ് വെച്ചിട്ടുണ്ട് കട്ടിൻ്റെ അടുത്ത്, മൊബൈൽ വെച്ചിട്ട് ഒരു പടം വെക്കും. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ള് ഈ ഹൊറർ മ്യൂസിക്കൊക്കെ, കിടക്കാൻ നേരത്തെങ്കിലും ഒരു നല്ലത് വെച്ചിട്ട് കിടക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. അത് കിടക്കുന്ന രാത്രി എല്ലാ ദിവസവും കാണും. അത് ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമ കണ്ട് കണ്ട് തീർന്നിട്ടുണ്ടാവും, ഇനി എന്തെങ്കിലും യൂട്യൂബിൽ ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയാണ്. എന്നിട്ട് ആ ഇംഗ്ലീഷ് സിനിമ തമിഴിൽ കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടു കഴിഞ്ഞതാണ്, എന്നിട്ട് അതിന്റെ തമിഴ് കാണുന്നു, അതിന്റെ തമിഴ് വേർഷൻ കാണും. അപ്പൊ അതിൽ ഞാൻ കിടക്കുക. അന്ന് ഞങ്ങള് പിറ്റേ ദിവസം നമ്മൾ പോകാനായിട്ട് പോകാനെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും ഞാനൊരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ കാപ്പാത്തുങ്കോ കാപ്പാത്തുങ്കോ എന്ന് പറയുക. ഞാൻ ഇത് നമുക്ക് പേടി ഒന്നിച്ചാ ഒരു അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കാപ്പാത്തുങ്കോ ഇങ്ങനത്തെ ഒരു മോഡുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. രാത്രിയല്ലേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങി കണ്ണുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അപ്പം ചേട്ടായി സിനിമ കാണുവാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സൗണ്ട് മാത്രമേ കാണൂ. ഭയങ്കര ദയനീയമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സൗണ്ടാണ് കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞാൽ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ അത് ആരെയോ കാപ്പാത്തോ അല്ലയോ. നാളെ രാവിലെ പോകണ്ടല്ലേ, നിർത്തി പിറ്റേ ദിവസം രാവിലെ മുപ്പിലത്ത് കണ്ണു തുറക്കുമ്പോ കാപ്പാത്തുങ്കോ അവിടെ നിന്ന് തുടങ്ങിയ അത് അപ്പോഴേക്കും ഓഫ് ചെയ്ത് കിടന്നു. വെളുപ്പിന് എണീറ്റപ്പോ വീണ്ടും കാപ്പാത്തക്കോ 2 പ്രാവശ്യം നിന്ന് പോയത്. പേടിയാ, ഭയങ്കര പേടിയാ, പ്രേതപ്പേടിയാ. ഒരു ദിവസം ബാത്റൂമിന്റെ ഡോറ് തുറക്കാൻ നിൽക്കുക. അപ്പം ഞാൻ ഡോറിന് പറ്റേ പോയി ഞാനിങ്ങനെ നിന്ന്, ഇങ്ങനെ തുറക്കലും എന്നെ കണ്ടിട്ട് കൊള്ളാം അനങ്ങിയില്ല കുറേ നേരത്തേക്ക്. ഈ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്നും ദിവസം പിന്നെ ഹൊറർ ഫിലിം കാണും ചെയ്യും. അല്ലല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പരിപാടി കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇയാൾ വന്ന്. അപ്പോൾ ഫുഡൊക്കെ തന്നിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഹലോ ഞാൻ ആരാന്ന് മനസ്സിലായ കളിക്കല്ലേ, ഞാൻ രാജൊന്നും ഇല്ല കേട്ടാ, വൈറ്റിലേൽ വണ്ടി ഇടിച്ച് മരിച്ചൊരു സുഖമെന്ന് പറയും. ഇത് കേക്കലൊരു ഒറ്റ കരച്ചിൽ ആ ഏരിയയിൽ എല്ലാ വീട്ടിലായിട്ടിട്ട് ഒരു ദിവസം പേടിപ്പിക്കുന്ന സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതാണ് എൻ്റെ ക്യാരക്ടർ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ അടുത്ത് ഷൂട്ട് നടക്കുക, അപ്പോൾ വൈകിപ്പോയി. അപ്പോൾ ഇയാൾ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ചിരിക്കണാണ്. ഞാൻ ചെല്ലുമ്പോൾ ആളെ കാണാനില്ല. ലൈറ്റ് ഇട്ടപ്പോൾ കട്ടിലിന് മൂലക്ക് ഇരിക്കണം, ഒരു കയ്യിൽ കൊന്ത, മറ്റേ കയ്യിൽ കൃഷ്ണൻ, മടിയിൽ ബൈബിളും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേ, പേടിച്ച് വിറച്ചോണ്ട്. അത് പേടിപ്പിച്ചിട്ടില്ല, പിന്നെ പേടിപ്പിച്ചിട്ടില്ല. ചേട്ടാ ഇനി റിക്വസ്റ്റ് പേടിപ്പിക്കില്ല. ഇല്ല, ഈ ടോയ്ലറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങില്ലേ, അതായിരുന്നു ലാസ്റ്റ് പേടിപ്പിക്കല്. അത് പേടിച്ച് ആളും പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹാർട്ട് നിന്ന് പോയ പോലെ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ പിടിച്ച് കട്ടിലേക്ക് സംഭവിക്കാം. അതോടുകൂടി വന്നിട്ടേ പുറത്ത് വന്നിട്ട് ജനലേ കൂടി മാന്തു അങ്ങനെയൊക്കെ ചെയ്യും എൻ്റെ സ്വഭാവം. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ പ്രായം കുറച്ച്. കാണോ ഫിലിം കാണോ അങ്ങനത്തെ? ഇപ്പോഴും ആ സിനിമ തന്നെ കാണണം. കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞത് ഒരു 10 ദിവസം മുന്നേ ഉള്ള ഇപ്പൊ ഇന്നലെ കണ്ട പടം. ഇപ്പൊ ഞാൻ ഹൊറർ പടങ്ങളെ കാണുള്ളൂ. തമാശ പറഞ്ഞല്ല. ഇപ്പൊ എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഇന്നലെ രാത്രി കണ്ട പടം ഹൊററായിരുന്നു. 2 എണ്ണം കണ്ടു ഒരുമിച്ചോ? ആ 2 പടം എന്നെ ആശുപത്രി കൊണ്ടുപോയി ഉറങ്ങാഞ്ഞിട്ട്. എന്തോ പ്രശ്നമുണ്ടതല്ലേ ഉറങ്ങാതെ. ഇതിപ്പോ എടുത്തു വെച്ചേക്കനാട്ടെ ഇന്ന് നോക്കട്ടെ ആ മൂവി. ഇന്ന് ചിലപ്പോ കണ്ടതൊക്കെ ആയിരിക്കും, അത് പിന്നെ ഇരുന്ന് കാണാം. ഇതാണ് ചേട്ടൻ കാണുന്ന മൂവികൾ കേട്ടോ. ഇതാണ് പാലൈവാനം ന്യൂ റിലീസ് തമിഴ്. ഇത് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങോട്ടാ, അത് ഇംഗ്ലീഷ് അങ്ങോട്ടാ കേട്ടോ. ഇതെല്ലാം ഹൊററാണ് കണ്ടിട്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചേട്ടാ ഇതൊക്കെ എനിക്കൊന്ന് പണ്ട് വയലന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഫ്രസ്ട്രേഷൻസിൽ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുകയാണോ? ഈ സായിബന്മാരൊക്കെ തമിഴും ഹിന്ദിയൊക്കെ പറയണമെന്ന് ആലോചിച്ചു നോക്കി. ഹിന്ദി പറഞ്ഞ മാത്രം മലയാളത്തിൽ പാട്ട് പറഞ്ഞു. ജുറാസിക് പാർക്ക് മലയാളത്തിൽ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ. ജുറാസിക് പാർക്ക് കണ്ടതാണ്, കണ്ട സിനിമ ഇംഗ്ലീഷിൽ കണ്ടത്. അപ്പക്കാലിപ്റ്റോ ഇതൊക്കെ ഞാൻ ലാപ്പിലെടുത്തിട്ടേക്ക് അത് കാണും. പിന്നെ മമ്മൂക്കയുടെ ബിഗ് ബി,
ബ്ലാക്ക്. അപ്പകലിപ്റ്റൊക്കെ ഭയങ്കര ഇതാണ്. ഡേഞ്ചറാണത്, ഡേഞ്ചറാണത്. അപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ തമാശ പറയുന്നുണ്ടെങ്കിലും ഞാൻ കാണുന്നത് മുഴുവൻ ഇങ്ങനെയുള്ളതാണ്. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പം ആള് യോയോ തന്നെയാണ്. അല്ല, ജീവിതത്തിലേക്ക് വരുമ്പോൾ ആള് കൂറിയൊക്കെ തൊട്ട് അത്രേ ഉള്ളൂ. എപ്പോഴും ഒരു ത്രില്ലുണ്ടാവണം എന്ത് കണ്ടാലും. അതായത് അത് ഞാൻ കണ്ടത് ക്രിക്കറ്റിലായാലും നല്ല ത്രില്ലോട് കൂടിയാണ്, നല്ല രീതിയിലാണ് കളി. കഴിഞ്ഞ ദിവസം നമ്മൾ തോക്കാറായി നിൽക്കുകയായിരുന്നു. എൻ്റെ 24 റണ്ണ് വേണമായിരുന്നു. ഞാൻ പതിവ് പോലെ ഞാൻ 8ാമത് ഞാൻ ഇറങ്ങണം. ഞാൻ ചെന്ന് 2 6 അടിച്ച് സംഭവം സെറ്റാക്കി പോന്നു. അങ്ങനെ നമ്മൾ കളി വെച്ച്. ചേച്ചി 6 അടിക്കുന്ന കാര്യമാണ്. അന്ന് നമ്മൾ ഇറങ്ങി ലാസ്റ്റ് ആ 2ാമത്തെ മാച്ചിൽ, അതായത് ഞാൻ ഇല്ലാത്ത മാച്ചിൽ ഫുൾ അടിച്ച ചേട്ടനാണ്. എത്ര 4-5 പറഞ്ഞു കൊടുത്തേ. എൻ്റെ ഒരു ബ്രദർ വീട്ടിൽ വരും, അന്ന് കളി കാണാൻ വന്നിട്ടുണ്ടായി. അപ്പം അവനാണ് കളി കാണാനായിട്ട് വന്നിരുന്നത്. അവൻ വീട്ടിൽ വന്നിട്ട് ഇടയ്ക്കൊക്കെ ഇവരെല്ലാവരും കൂടി കൂടാറുണ്ട്. അപ്പോൾ കഴിക്കണ സമയത്തുണ്ടല്ലോ എന്നും എന്നെ വിളിച്ചിരുത്തി ഇതേ പറയുള്ളൂ, ചേച്ചി അന്ന് കണ്ടില്ലല്ലോ അളിയൻ്റെ പ്രകടനം, അളിയൻ കാരണം കളി ജയിച്ചാന്ന് പറഞ്ഞ് പറയും. അവസാനം ഞാൻ പറഞ്ഞു, എടാ ഇത് ഞാൻ കുറേ പ്രാവശ്യം കേട്ടതാട്ടോ. അല്ല, അളിയനൊരു പ്രൗഡ് മൊമെന്റ് ആണത്. അളിയൻ കാരണം കളി എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കുറെ അധികന്മാരുണ്ട്, ഒരു 8 പേരോളം ഉണ്ട്. അവരുടെ രംഗണ്ണനെ ഞാൻ. അല്ല, അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ ചേട്ടാ, അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര ഭാഗ്യമാണ്. അത്ര ആൾക്കാർ മുമ്പിൽ അനന്തു, ആഷിക്ക് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഉണ്ട്. കൊണ്ട് പിള്ളേരാ അവരൊക്കെ കൊണ്ട് നടക്കും. ഇപ്പൊ ഞാൻ അവരെ കൊണ്ട് ടൂർ പോയിട്ട് വന്നതാ. രസോ അതൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ചേട്ടാ. ഇപ്പൊ എന്തായാലും എനിവേ വളരെ സന്തോഷം. കുറെ നേരം നമ്മൾ ചിരിച്ചു, കുറെ സന്തോഷം. ഇവിടെയൊക്കെ വേദന ഇത് ചേട്ടൻ പറയാം. ചോദ്യം ഉണ്ടെന്നുകൊണ്ട് അത് ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല, ചോദിക്കാൻ ചോദ്യം മാറുന്നു. അല്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഓരോന്നിൽ കൂടെ പറഞ്ഞു പെറ്റ്സിന്റെ കാര്യം ഒന്ന് പറയണം. പെറ്റ്സ് ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ എല്ലാവരെയും നന്നായിട്ട് നോക്കുന്നുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു. അന്ന് വീട്ടിലുള്ള എല്ലാം കൊടുത്തു, എല്ലാവരും കൊടുത്തു. എന്തൊക്കെ ഉണ്ടായിരുന്നു? കുതിര ഉണ്ടായി, 10-12 പട്ടി ഉണ്ടായി, പിന്നെ പ്രാവ്, പൂച്ച, വലിയ ഇഗ്വാന എല്ലാ സാധനങ്ങളും ഉണ്ട്. വീട് മൊത്തം ഇതാ. ഫാൻസി കോഴികൾ ഒരു ഏരിയ, പിന്നെ എന്തൊക്കെയാ എല്ലാരും കൊടുത്തു. സമയം പോകാനൊന്നും പണി ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ ഒന്നുമില്ല, എന്തെങ്കിലും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുള്ളൂ. എല്ലാവരും കൊടുത്തയച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ചെന്നപ്പോൾ ഒരു കരച്ചിൽ, ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ കരച്ചിലുണ്ടായി. ഒരാൾക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് കൊടുത്തത് ഒരു വൈറ്റ് കുതിര, ഭംഗിയുള്ള റാണി എന്ന് പേരുള്ള. ഇതിനൊരു പയ്യന് കൊടുത്തു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കായംകുളത്ത് കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ റൈഡ് ചെയ്യിക്കണം, പ്രസവിച്ചിരിക്കണം. അപ്പോൾ റാണി എന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ കുതിര ഇതുപോലെ, ഞങ്ങളുടെ കുതിരക്കും റാണി എന്ന പേരെന്ന് പറയാം, നിങ്ങളുടെ കുതിര ഇതെന്ന് അവൻ കൊടുത്തത്. ഫ്രീ ആയിട്ട് കൊടുത്തതാ. അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അവൻ കൊണ്ടുപോയത്. അടിമാലിക്ക് വന്ന ഒരു ദിവസം കൊണ്ടുപോയതാ. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളർത്താൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പയ്യൻ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുമായിരുന്നു, മെസ്സേജ് ഇടും, പിന്നെ അവനെ നമ്പർ മേടിച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു പയ്യനായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പം നമ്മൾ അറിയണ ഒരാളാണല്ലോ, അടിമാലിയിലാണ്, കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരും. അപ്പോൾ അവൾ അവിടെയൊക്കെ നടന്ന് പുല്ലൊക്കെ കഴിക്കണതും ഒക്കെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം അവളെ കൊടുത്തിട്ട് 3 വർഷം എങ്കിലും ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം കായംകുളത്ത് ചെന്നപ്പോൾ അവിടെ ഈ ബീച്ചില് അവിടെ ഓടിക്കുന്ന അപ്പോഴേക്കും കണ്ടപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു റാണിന്ന് വിളിച്ചു. റാണിന്ന് വിളിച്ചപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു റാണി. നമ്മൾ അവളുടെ കാര്യം ഓർത്തിട്ടാണ് പറഞ്ഞത്, നമുക്കുണ്ടായിരുന്നൊരു റാണി എന്ന് പറഞ്ഞപ്പോഴേക്കും അവര് പറയുക ഇത് നിങ്ങളുടെ റാണിയാന്ന് പറഞ്ഞു. കണ്ടപ്പോ നമുക്ക് 3 മാസം പ്രഗ്നന്റും ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു പ്രഗ്നന്റ് ആയതിന് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചപ്പോ അവര് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടിട്ട് വരും, അടുക്കളയിൽ കയറി വരും. അടുക്കളയിൽ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി അവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കുഴിഞ്ഞിട്ടേ നന്നായി ഞങ്ങളെ മനസ്സിലായി. അനങ്ങാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കുറേ നേരം അവളുടെ കൂടെ നിന്ന്. ഭയങ്കര വല്ലാത്തൊരു വിഷമായി പോയി. നമ്മൾ സ്നേഹിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു. എനിക്ക് ഏറ്റവും കലിയതാ, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കരുതെന്നാ പറയണത്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് വിലയില്ല. അങ്ങനെ എല്ലാവരും കൊടുത്ത് ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി പോയപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ പോകുമ്പോൾ എൻ്റെ വണ്ടി ഓടിക്കാൻ പോയാൽ ചേട്ടാ ഒരു പട്ടി കിടന്ന് ഓടി കിടക്കണമെന്ന് തോന്നി. നോക്കുമ്പോൾ ഒരു വീട്ടിൽ വെള്ളത്തിനെ കൊണ്ടു കളഞ്ഞേക്കുക. അതെനിക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, വണ്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വണ്ടി തിരിപ്പിച്ച് വന്നിട്ട് എടുത്തിങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് ഈ സഞ്ചിയൊക്കെ തുളഞ്ഞ അരി താഴ്ത്തോട്ട് വീഴൂലേ, അതുപോലെ പുഴു വീണുകൊണ്ടിരിക്കുക എൻ്റെ ദേഹത്തു നിന്ന് മുഴുവൻ. ഈ മുതുകത്തായിട്ട് വലിയൊരു ഹോള്. പിന്നെ ഞാൻ അവിടെ നിന്ന് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത്
അവിടെ മരുന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടറെ തിരുവനന്തപുരം പോകുക, തിരിച്ചു വഴി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഡോക്ടർ സേഫാക്കി വെച്ച് ഞാൻ പോയി ഡോക്ടർ പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള ഫുഡൊക്കെ കൊണ്ട് ചിക്കനൊക്കെ കൊണ്ടുവന്നു. കാരണം ഡോക്ടർക്ക് അറിയാം ഞാൻ മുങ്ങൂന്ന് അറിയാം. അത് കാരണം ഡോക്ടർ അങ്ങനെ കൊണ്ടുവന്നില്ല. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് എല്ലാം കൊണ്ട് ഇവിടെയും കൊണ്ട് വീട്ടിൽ വന്ന് ഇവിടെ എറണാകുളത്ത് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് നല്ല ഇവർ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഭയങ്കര കാശാണ്, അതാണ് ഈ കൊണ്ട് കളയണത്. അപ്പോൾ ട്രീറ്റ് ചെയ്ത് എല്ലാം ഭംഗിയായി. അവർക്ക് ഞാൻ ഏത് സീറ്റിലാണ് വണ്ടിയിലിരിക്കണമെന്ന് കറക്റ്റ് അറിയാം. അത്ര സ്നേഹം. ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് നടക്കും. ഈ എല്ലാവരെയും കൊണ്ടുപോയി അവസാനം ഒരു 10-12 വയസ്സും കൂടുതലായിട്ടുണ്ട് ഇവർക്ക്. ആകാശദൂരം മറ്റേ കൊച്ചില്ലേ, അതിൻ്റെ അവസ്ഥയായി ഇവർക്ക്. ആരും എടുക്കണില്ല. എല്ലാവരും വന്ന് ഭംഗിയുള്ളതിനെ കാണുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് റോട്ടിനെ കൊണ്ടുപോണ്, ഇത് കൊണ്ടുപോണ്. ഗോൾഡൻ റിട്രീവർ വൈറ്റും ഗോൾഡൻ കളറും ഒക്കെ ഉണ്ട്. അതിൻ്റെ പപ്പീസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൊണ്ടുപോയിട്ട് ഈ പുള്ളിക്കാരത്തി മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുക. അവസാനം ഒരാൾ കൊണ്ടുപോയിട്ട് അയാൾ തന്നെ വന്നിട്ട് ഇതിനെ കൊണ്ടുപോയി. ആ സിനിമ കണ്ട ക്ലൈമാക്സ് ഇല്ലേ, അതുപോലെ തന്നെ വന്നിട്ട് ആ പുള്ളി പോയിട്ട് പുള്ളിക്ക് എന്താ കൊണ്ടുപോയി. ഇപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടല്ല. പോയപ്പോ ഭയങ്കര വിഷമായില്ലേ? ഇയാളുണ്ടായിരുന്നില്ല ഫുള്ളിന് കൊടുക്കുമ്പോൾ. അന്നേരം ആ ഹോസ്പിറ്റലിലെ ടൈമായിരുന്നു. പിറ്റേ ദിവസം നാട്ടുകളിലൂടെ വന്നെങ്കിലും ആദ്യം ഉറക്കം എണീക്കണം ഞാനാണ് നേരെ ഇവരുടെ അടുത്തേക്കേ പോകുള്ളൂ. അവരൊക്കെ പോയി എല്ലാം നോക്കിയിട്ട് വരും. ഇയാൾ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകുന്ന പോലും നോക്കൂല, നേരെ പോയി അവരൊക്കെ നോക്കി എല്ലായിടത്തും പോയി പുന്നാരിപ്പിച്ചിട്ട് വരും. പക്ഷേ ഇതാണ് പ്രാവക്കകത്ത് വരും എല്ലാം വരും. കാര്യം എനിക്ക് തോന്നുന്നു മനുഷ്യരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പെറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നതും. അത് ഈ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പല മൃഗങ്ങളും എന്താണെന്നറിയാമോ, ഈ സ്വന്തം അമ്മയുടേതല്ലാത്ത പാല് കുടിക്കണം നമ്മൾ മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പശുവിൻ്റെയും ആടിൻ്റെയും ബാക്കി അവരെല്ലാവരും കഴിക്കേണ്ട സ്വന്തം അമ്മയുടെ പാല കുടിച്ചാൽ വളരുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു വകതിരിവൊക്കെ കാണിക്കും. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പട്ടീനെ ആണെങ്കിലും പൂച്ചേനെ ആണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ ഈ കോവിഡ് ടൈമിന് എല്ലാ കുട്ടികളും വീട്ടിലാകുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് ക്ലാസ് തുടങ്ങിയപ്പോൾ ഇതിനെ ഒരു മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോഴത്തേക്ക് കൊണ്ടേ കളയൽ. ഒരു ദിവസം ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് എന്നെ ഒരു അങ്കിൾ വിളിച്ചേക്കണം, ഷാജി നിങ്ങൾ ഇതൊക്കെ എടുക്കണല്ലോ ഒന്ന് വരുമെന്ന്. ഞാൻ ചാലക്കുടി ഷൂട്ടിന് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒരു മതിലിനുള്ളിൽ കൊണ്ടൊരു പട്ടീനെ ഇട്ടേക്കുക. 7 ദിവസമായി ഇതിന് പുറത്തിറങ്ങാൻ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ നടക്കണത്. എന്നിട്ട് ഈ അങ്കർ പേടിയായിട്ട് കയറിട്ട് കെട്ടിയിട്ട് വെള്ളം ഇറക്കി വെച്ച് കൊടുത്ത് ഫുഡ് കൊടുത്ത് അങ്ങനെ നിൽക്കണ്. കളയുമ്പോൾ പുറത്ത് കൊണ്ടേ കളഞ്ഞത് എന്തെങ്കിലും തിന്നു കഴിയില്ലേ. ഇപ്പം ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ നാടൻ പട്ടീനെ അല്ല കേട്ടോ, അല്ലാത്ത ഡോഗിനെ എടുക്കുള്ളൂ റോട്ടിൽ നിന്ന്. ഇവർ മറ്റ് നാടൻ പട്ടിയായിട്ട് കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്തവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ ഉണങ്ങി ചാവുമില്ല പെട്ടെന്ന്. അങ്ങനെ കണ്ടിട്ടില്ലേ വെള്ളത്തിലേക്ക് കിടക്കുന്നത്, മഴവെള്ളത്തിലേക്ക് കിടന്നിട്ട് അങ്ങനെ കിടന്നേ ചാവുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ഇവനെ മെരുക്കി എടുത്ത് മതിൽ ചാടി എടുത്ത് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടിട്ട് പേരറിയില്ല, വളർത്തുന്ന പട്ടിയാന്ന് മനസ്സിലായി, ബെൽറ്റും ഉണ്ട്. രാജ്യത്തില്ലാത്ത പട്ടികളുടെ പേരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ വിളിക്കാൻ പുള്ളി ഒരു രക്ഷയില്ല, പുള്ളി ഓടി നടക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവ്. അവസാനം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. ഞാൻ പോയപ്പോൾ എച്ച് പറഞ്ഞു ടോമി എന്ന് വിളിച്ചപ്പോൾ ഒറ്റ നോട്ടം. കുറേ പേര് വിളിച്ചു നോക്കി, വിളിച്ച അവസാനം ഞാൻ ടോമി പേരാണ് ടോമി. ഞാൻ പറയല്ലേ ഓടി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂട്ടോ ഇയാൾ ഇരുന്നിട്ട് ഈർവാണ് അടിക്കുമെന്ന്. ഇവർ തമ്മിൽ സംസാരിക്കും. ഈ പറഞ്ഞ ഇവനുമായിട്ട് ഭയങ്കര സംസാരമാണ് എന്നൊക്കെ പുള്ളിയും പറയും. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും അവൻ്റെ ആ സൗണ്ട് വന്നെ. പക്ഷെ എന്നോട് ശരിക്കും മറുപടി പറയണ പോലെ എനിക്ക് തോന്നും. അങ്ങനെ സംസാരിക്കണ പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിനക്ക് വിശപ്പ് മാറിയോടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ വെറുതെ ഇങ്ങനെ അവൻ്റെ സംസാരം അവൻ്റെ നമ്മൾ തലാട്ടണത് അതുപോലെ തന്നെ കാണിക്കും ഇങ്ങനെ. എന്നിട്ട് കൊല്ലത്തുള്ളൊരു ചേച്ചി അവർക്ക് വേണമെന്ന്, കൊല്ലത്തല്ലേ, അവരുടെ ഹസ്ബൻഡ് വിദേശത്താണ്, അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. പിന്നെ അവർ വന്ന് അവർ കൊണ്ടുപോയി. അപ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ ഇവിടുന്ന് കയർ കൊടുക്കാൻ ലീഷ് കൈമാറാൻ ആലോചിച്ച് നോക്കും. അങ്ങനെ കിടന്നിരുന്ന ഒരു നല്ല ആക്റ്റീവ്. പക്ഷെ ചേട്ടന് ഇതിന്റെ കൂടെ ഒക്കെ എത്രയും സ്നേഹവും അല്ലെങ്കിൽ എവിടെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴുള്ള സ്നേഹം കാണിക്കുമ്പോഴാണ്. അല്ല ഞാൻ ഇങ്ങനെ വാരിക്കൊണ്ടു വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ റോട്ടിൽ നിന്ന്, എന്ത് കിട്ടിയാലും ഞാൻ എടുത്തിട്ട് വരും വീട്ടിൽ. അത് വേറെ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇങ്ങനെ ചേട്ടന് ഇങ്ങനെ ഈ ഒരു നിലനിന്ന് പോകാനുള്ള ഒരു കഴിവ് തന്നിരിക്കും. തീർച്ചയായിട്ടും പ്ലസന്റ് ആയിട്ട് പോകാനുള്ളത് ചേച്ചിക്ക് വേറെ സന്തോഷം തരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാര്യം എല്ലാവരും വലിച്ചെറിയുന്ന സാധനങ്ങൾ തിരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് റിക്കവർ ചെയ്ത് കൊണ്ടുപോകുന്നത് വലിയ കാര്യം തന്നെ, ഗ്രേറ്റ് തിങ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും ഞങ്ങൾ കുറച്ച് പറമ്പ് മേടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. നോക്കാനും കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഒരു വട്ടം മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ വലിയൊരു ഡ്രീം പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ ഇച്ചിരി സ്ഥലം മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തേക്കുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് നടക്കട്ടെ.
ഉറപ്പായിട്ടും നമുക്ക് ഇത്രയും നേരം നമ്മുടെ മൂവികളുടെ മീഡിയയിൽ വന്നു, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഇല്ല. ശരിക്കും ഒരു വീട്ടിലൊക്കെ സംസാരിച്ചിരിക്കുന്ന പോലെ ആണ് വേണ്ടത്. അല്ലാണ്ട് ചോദ്യം ചോദിച്ചിട്ട് അവസാനം ഇവിടുന്ന് ചീത്തയും പറഞ്ഞ ഇത് പിന്നെ എനിക്ക് പോകില്ല. മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഊർന്നിറങ്ങിയിട്ട് പോകാറുണ്ട്. അതെ. അല്ല എന്തായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഞങ്ങളൊരു സങ്കടമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇവിടെ വന്ന് ഇത്ര നേരം റിലാക്സ് ആകാൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും രമ്യയും അനീഷും ഇനിയും വിളിക്കുക, നമുക്ക് ഇനിയും ഇൻ്റർവ്യൂകൾ ചെയ്യുക. പറ്റിയാലും ഞങ്ങളുടെ ചാനലിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുക. അല്ല ചേട്ടാ, ഒരു താങ്ക്സ് പറയാനുള്ളത്, ഞാൻ ഇന്നലെ വിളിച്ചത് ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ തരാൻ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, അനിയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എടാ എനിക്ക് ഇന്നലെ പറ്റില്ല, വെള്ളിയാഴ്ച പറ്റില്ല, ശനിയാഴ്ച സമയം പറയാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ് എപ്പോൾ വിളിക്കണമെന്ന് വെച്ചാൽ നീ 10 മണിക്ക് വിളിച്ചു. എൻ്റെ സമയം കൃത്യസമയമായിട്ട് ഞാൻ 12 മണിക്ക് ചേട്ടനെ വിളിച്ചു. അപ്പോഴും ഹോസ്പിറ്റലായിരുന്നു. വൈകിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് നമുക്ക് സമയം എടുക്കാമെന്ന്. പക്ഷെ അത് എല്ലാ ആർട്ടിസ്റ്റും പറയുന്നൊരു കാര്യമില്ല ചേട്ടാ, എല്ലാവരും ഒഴിവാക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അതിനകത്ത്. ഒഴിവാക്കണം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. അതെ, ഞാൻ ഇങ്ങനെ ഒരു ലോകത്തൂടി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ പുറകിൽ എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, ഇവരുടെയൊക്കെ എന്നെക്കാളും കൂടുതൽ ഇവർ കണ്ണീരും പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് ഞാനൊരു ലെവലെത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് തിരിഞ്ഞ് പുറകോട്ട് നോക്കുക, ഇവരുടെ മുഖം ഓർക്കുക, ഇവരുടെ സങ്കടങ്ങൾ കാണുക. നമ്മളെപ്പോഴും ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരിത് അത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അത് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതൊന്നും അഹങ്കാരമാകത്തില്ല. മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും സാധാരണക്കാരനായിട്ട് വെക്കുക. അപ്പം നമുക്ക് അടുത്ത വീട്ടിലെ ആൾക്കാരായിട്ടൊരു ബന്ധം ഉണ്ടാകും. അവർക്കൊരു സങ്കടം വന്നാൽ നമ്മളറിയും. ഞാൻ എൻ്റെ വീടിൻ്റെ അതിലൂടെ പോകുമ്പോൾ എല്ലാ വല്യന്മാരോടും സംസാരിക്കും. അവിടെ സ്ഥിരമായിട്ട് മീൻ വെക്കണ ഒരു ചേച്ചിയുണ്ട്. അവിടെ കൊണ്ട് വണ്ടി എടുത്തിട്ട് ഗ്ലാസ് എടുത്തിട്ട് 2 പാക്കറ്റ് ചന്ദനത്തിരിക്കുന്നു. എല്ലാവരോടും അറ്റം മുതൽ ഈ അറ്റം വരെ എല്ലാ അമ്മച്ചിമാരും. പിന്നെ ആ ചിരിക്കണ അമ്മച്ചി ചെയ്ത ഒരു വെള്ള അമ്മച്ചി ഉണ്ടായിരുന്നില്ലേ മുടിയായിട്ട് അവിടെ ജയൻ്റെ വീടിൻ്റെ അവിടെ തന്നെ. എല്ലാ ദിവസവും ഞാൻ പേര് പറയണം മുപ്പിലതിനോട്. പേര് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. എന്നാലും ഞാൻ വർത്താനം പറയും. കുറേ അമ്മമാരുണ്ട് അവിടെ. കനകമ്മ, അതുപോലെ ഓമനമ്മ, കുറേ അമ്മമാരാണ് എൻ്റെ കമ്പനി. എല്ലാവരും ചേട്ടൻ സ്നേഹിക്കുന്ന ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ചേട്ടാ. വളരെ സന്തോഷം. ഇനി നല്ല ക്യാരക്ടറുകൾ ചേട്ടാ തേടി എത്തും, ഉറപ്പായിട്ടും എത്തും. 2025 തീരുന്നതിന് മുമ്പ്, ഡിസംബർ നമ്മുടെ ന്യൂ ഇയറിന് മുമ്പ് ഒരു കുട്ടി സാജു നവോദയ അല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചി ഉണ്ടാവട്ടെ, ഉറപ്പായിട്ടും വരട്ടെ. ആ ഒരു സന്തോഷം ഞങ്ങളിലേക്ക് അറിയിക്കാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ ലോകത്തിൽ ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അതാ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. മൂവികളുടെ മീഡിയ പ്രേക്ഷകരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? എന്നാലും മൂവികളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നല്ല നല്ല പരിപാടികൾ എല്ലാവരും കാണുക, മൂവി വേൾഡിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എൻ്റെ പേരിൽ മാത്രമേ ഭാഷണവും വിഷമൊക്കെ ഉള്ളൂ. ജീവിതത്തിൽ നല്ല മനുഷ്യനാണ് ഞാൻ, നല്ല രീതിയിലാണ് പറയണത്. അപ്പോൾ എന്തായാലും ചാനൽ ഗംഭീരമാവട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു.